ദേവകി അന്തർജനം വെള്ളം നിറച്ച കൂജയും ഓട്ടുഗ്ലാസുമായി ചാവടിയിലേക്ക് ചെന്നപ്പോൾ ദാനവേദൻ നമ്പൂതിരിപ്പാട് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം രണ്ടാമത്തെ മുറുക്ക് ആരംഭിക്കുകയായിരുന്നു. കത്തി നിന്ന കോൾവിളക്കിന്റെ പ്രകാശത്തിൽ ദേവകിയുടെ മാദകത്വം തുളുമ്പുന്ന ശരീരം ദാനവേദൻ കണ്ടു. അവർ അകത്തു കടന്നപ്പോൾ തന്നെ കാച്ചെണ്ണയുടെ മണം പരന്നു. എന്താ, ഒന്ന് മുറുക്കുന്നോ? അദ്ദേഹം ചോദിച്ചു. ആയിക്കളയാം. അവർ അദ്ദേഹത്തിന് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു. ദേവകി വെറ്റിലയെടുത്ത് പഴക്കമുള്ള ഒരു മുറുക്കുപയോഗിച്ച് വെറ്റില ഞരമ്പുകൾ അടർത്തി വലിച്ചെടുത്ത് അതിൽ വെണ്ണ പോലുള്ള ചുണ്ണാമ്പ് വിരലിൽ തോണ്ടി ഓടിച്ചു. ദാ, സുഗന്ധപ്പാക്ക് എടുത്തോളൂ. നമ്പൂതിരി കൈകൊണ്ട് നുള്ളിയെടുത്ത് അവരുടെ കൈവെള്ളയിലേക്കിട്ടു. പുകയില കൂട്ടുന്ന പതിവുണ്ടോ? വേണ്ട, തല കറങ്ങും. പാക്ക് ചവയ്ക്കുന്നതിനിടയിൽ അന്തർജനം പറഞ്ഞു. മുറുക്കെന്ന് പറഞ്ഞാൽ ഒരു സുഖമാ അല്ലേ? നമ്പൂതിരി ചോദിച്ചു. ഇതൊക്കെ ആര് കണ്ടുപിടിച്ചോ? പുരാണം മുതലേ ഉള്ളതാ, കേട്ടിട്ടില്ലേ? ജരാസന്ധനുമായി ഭീമൻ യുദ്ധം ചെയ്ത് തോൽക്കുമെന്നായപ്പോൾ വെറ്റില രണ്ടായി കീറി തിരിച്ചും മറിച്ചുമിട്ടു കാണിച്ചില്ലേ കൃഷ്ണൻ? അത് അടയാളമായി കണ്ട ഭീമൻ ജരാസന്ധനെ വലിച്ചു കീറി തിരിച്ചും മറിച്ചുമിട്ടു. എന്നുവെച്ചാൽ അന്ന് മുതലേ വെറ്റിലയുണ്ടെന്ന് സാരം. നല്ല കാര്യമായി. ഒരു കാലത്ത് ഞാൻ പോകാത്ത ഇടമുണ്ടോ? ദേവിയെ കണ്ടപ്പോഴേ തോന്നി എന്തുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞില്ല എന്ന്. ഇപ്പോഴെങ്കിലും കണ്ടല്ലോ, അത് മതി. ജ്യേഷ്ഠൻ ഉറങ്ങിയോ? തിരുമേനി ചോദിച്ചു. എന്നോട് പറഞ്ഞു ഇവിടെ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെന്ന്. ശുദ്ധ കളവ്. എനിക്ക് അങ്ങനെയൊരു ശീലമേ ഇല്ല. പിന്നെ നിർബന്ധമാണേൽ കുടിക്കാം, അത്ര തന്നെ. അത് കേട്ടപ്പോൾ അന്തർജനം ചിരിച്ചു. ചിരി മനോഹരമായിരിക്കുന്നല്ലോ. ഞാൻ ചിരിച്ചിട്ട് ഒത്തിരി കാലമായി. അതുപോലെ ഫലിതം കേട്ടിട്ടും. ഇനിയുമുണ്ട് ഫലിതം, തീർന്നിട്ടില്ല. പുറത്തുനിന്ന് ഒരു ചിത്രശലഭം പറന്നുവന്ന് വിളക്കണച്ചു. എങ്കിലും ജനലിൽ കൂടി പ്രകാശം അകത്തേക്ക് കടന്നിരുന്നു. അന്തർജനം എണീറ്റ് വാതിൽ ചാരി തഴുതിട്ട ശേഷം മടങ്ങി വന്നു. ജനലിൽ നിന്നു കടന്നു വന്ന പ്രകാശവും മറഞ്ഞു. ദേവകി അന്തർജനം ജീവിതത്തിൽ ആദ്യമായി ഒരു പുരുഷനെ അറിഞ്ഞു. പിറ്റേന്നു രാവിലെ കാപ്പിയും ഇഡലിയും ദാനവേദന്റെ മുന്നിൽ വയ്ക്കുമ്പോൾ ഒരു കള്ളച്ചിരിയോടെ അവർ അദ്ദേഹത്തെ നോക്കി. വാസു നമ്പൂതിരിയെ തിരുമേനി മറന്നുപോയി. എങ്കിലും ജയന്തൻ തിരുമേനി ചോദിച്ചാൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ഒരു വഴി ആലോചിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വാസു നമ്പൂരി പോയെന്നു തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചു. സംഗതി അവിടം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ദാനവേദൻ വന്ന കാര്യം നടത്തി കൊടുക്കേണ്ടേ? ദേവിയുടെ കാവൽക്കാരിയുടെ കാൽത്തള എങ്ങനെ നഷ്ടപ്പെട്ടു? അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അതേക്കുറിച്ച് പ്രശ്നം വയ്ക്കുമ്പോഴാണ് രാശിപ്പലക പറന്നുപോയത്. അതിന്റെ പൊരുളും പിടികിട്ടിയില്ല. ഇടയ്ക്ക് ഒരു മഠയത്തരം കാണിക്കുകയും ചെയ്തു. മാന്ത്രിക കണ്ണാടിയിൽ വാസു നമ്പൂരിയെയാണ് അന്വേഷിച്ചത്. അതിനു പകരം രാശിപ്പലക പറന്നതെങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റില്ല. അങ്ങേര് ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്നിടത്തോളം കാലം മാന്ത്രികം പരാജയപ്പെടുകയും ചെയ്യും. എപ്പോഴും പിതാമഹനെ വിളിച്ചാൽ അദ്ദേഹം കോപിച്ച് ശപിക്കും. ജയന്തൻ വല്ലാതെയായി. എങ്കിലും ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് കരുതി പാതിരാക്കോഴി കൂവിയ ഉടൻ തന്നെ ജയന്തൻ പഴയ തറവാട്ടിലേക്ക് നടന്നു. കയ്യിൽ കൂവി തെളിഞ്ഞിട്ടില്ലാത്ത പൂവൻ കോഴിയുണ്ടായിരുന്നു. കോഴിച്ചോര ബലിക്കല്ലിൽ വീണാൽ മുത്തശ്ശൻ ഉണരുമെന്നത് ഉറപ്പാണ്. ജീവിച്ചിരുന്ന കാലത്ത് കോഴിയുടെ കഴുത്ത് കടിച്ചു മുറിച്ച് ചോര കുടിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഭഗവതിക്കാവിൽ കലിതുള്ളി വന്ന മുത്തശ്ശൻ ഒരു കൊറ്റനാടിനെ കടിച്ചു പൊക്കിയെടുത്ത് അതേ നിൽപ്പിൽ കൊരവള കടിച്ചു മുറിച്ച് രക്തം വലിച്ചു കുടിച്ച് പണ്ടിയായി ശേഷിച്ച ആടിന്റെ ശരീരം തുപ്പിയതുപോലെ എറിഞ്ഞെന്നാണ് പറയുന്നത്. അരും കൊലയെയും മാടനെയും വിളിച്ചു വരുത്തി വരയിട്ട് നിർത്തും. പിന്നെ മുത്തച്ഛൻ പറയണം നീങ്ങണമെങ്കിൽ. അങ്ങനെ എത്രയോ ഭയാനകങ്ങളായ കഥകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. മുത്തശ്ശൻ സമാധി അടഞ്ഞിരിക്കുന്ന നിലവറയ്ക്ക് മുകളിലെ ബലിക്കള്ളിൽ കോഴിച്ചോര വീഴ്ത്തി. എന്നിട്ട് താണസ്വരത്തിൽ വിളിച്ചു, മുത്തശ്ശ, ഞാൻ തോറ്റിരിക്കുന്നു. ജയന്റെ വാക്കുകേട്ട മഹാമാന്ത്രികൻ ഉണർന്നു. ബലിക്കല്ലിലെ ചോര കാണാതായി. അതിനുശേഷം ചോദിച്ചു, എന്തുപറ്റി? ഒന്നും അങ്ങട് ശരിയാവുന്നില്ല. പറഞ്ഞയച്ച വാസുവിനെ ഓള് മാംസക്കട്ടയായി വലിച്ചെറിഞ്ഞു.
ഇനിയിപ്പോ അതിന് സമാധാനം പറയണം. എന്താ ചെയ്യുക? ജയന്തൻ പരിഹാരം ആരാഞ്ഞു. ഇനിയിപ്പോ ഇവിടെ ഒറ്റ വഴിയേയുള്ളൂ. എന്താണാവോ? നങ്ങേമ്മ എതിരായിരിക്കുകയാണ്. ഓൾക്ക് വേണ്ടത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പറ്റിയ ആൾ ആരെന്ന് കണ്ടാൽ കൊണ്ടുവരണം. അതാ വേണ്ടത്. അതിപ്പോ എങ്ങനെ അറിയുക? ജയന്തൻ ചോദിച്ചു. അറയ്ക്കകത്ത് കണ്ണാടി ഇരിപ്പില്ലേ? ഇത് ഇക്കാര്യത്തിന് നോക്കിയല്ലോ. ഇനിയിപ്പം എങ്ങനാ? ഒഴിവുണ്ട്. എന്താ? കണ്ണാടി കാക്കുന്നത് ഒരു രക്ഷസാണ്. അതിനൊരു ബലി കൊടുത്താൽ മതി. ഒരു കൊറ്റനാട് ആയിക്കോട്ടെ. അപ്പോൾ കാണാൻ പറ്റുമോ? കാണാം. അത് കഴിഞ്ഞാലോ? ആദ്യം അത് നടക്കട്ടെ, പിന്നെ ബാക്കി പറയാം. കാണുന്നയാൾ എവിടെന്നാന്ന് അറിയുക? പരിസരം നോക്കിക്കൊള്ളണം. കൂടെ ആരാണെന്നും മനസ്സിലാക്കണം. അപ്പോൾ അറിയാം. ജയന്തൻ മടങ്ങി. മാറി നിന്ന് മന്ത്രമോതി ആ മൂർത്തിയെ വരുത്തി. അവ്യക്തമായ രൂപത്തിൽ ഒരു ഭൂതം ജയന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് വേണ്ടത് രക്തമുള്ള ഒരു ആടാണ്. എവിടുന്നെങ്കിലും പിടിച്ചുകൊണ്ടുവാ, ഉടൻ വേണം. കൽപ്പിച്ചു മാറി വിനാഴികകൾ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തൊട്ടു മുന്നിൽ ആടിന്റെ കരച്ചിൽ കേട്ടു. നോക്കിയപ്പോൾ നിൽക്കുന്നു വെളുത്തു കൊഴുത്ത ഒരു മുട്ടൻ. കണ്ണാടി കാക്കുന്ന രക്ഷസിന്റെ മുന്നിൽ നിന്നും വാളെടുത്തു വീശി ഒറ്റ വെട്ടിന് കഴുത്തറുത്തു. എന്തു വേണം? ഇരുളിൽ നിന്നൊരു ചോദ്യം. ഒരു തവണ കൂടി കണ്ണാടി കാണണം. കൂടെ കൂടെ കാണണമെന്ന് ആവശ്യപ്പെടരുത്. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ കഴിവ് നശിക്കും. 101 തവണയേ ഇത് ലക്ഷ്യം സാധിച്ചു തരികയുള്ളൂ. ഇപ്പോൾ തന്നെ എത്രയായെന്ന് അറിയില്ല, രക്ഷസ് പറഞ്ഞു. അതെങ്ങനെയാ അറിയുക? ജയന്തൻ തിരക്കി. അത് പ്രശ്നത്തിലേ അറിയൂ. പ്രശ്നമെന്ന് കേട്ടപ്പോൾ ജയന്തൻ ഒന്ന് ഞെട്ടി. അതിപ്പോൾ നടക്കുന്ന കാര്യമല്ല. രാശിപ്പലക പറന്നുപോയി. നങ്ങേമ്മ എതിരാണ്. അതുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന് കരുതി ഞാന്നുകിടന്ന താക്കോൽക്കൂട്ടമെടുത്ത് ജയന്തൻ അറവാതിൽ തുറന്നു. വിളക്ക് കൊളുത്തി അകത്ത് വെച്ചു. പഴയതുപോലെ പ്രകാശവൃത്തം വലുതായി തെളിഞ്ഞു വന്നപ്പോൾ ജയന്തൻ സാഗുതം നോക്കി നിന്നുപോയി. അതീവ സുന്ദരിയും ദേവതയെപ്പോലുള്ളവളുമായ ഒരു യുവതി. സർവാഭരണ വിഭൂഷിതയാണ് അവൾ. കറുത്തിരണ്ട കാർകൂന്തലുകൾ അലകൾ പോലെ പിന്നിൽ ഒഴുകി കിടക്കുന്നു. ഇടതുകൈ പൊക്കിളിലും വലതുകൈ വലതു കവിളിനടിയിലും അമർന്നിരിക്കുന്നു. അവൾ ഉറക്കമാണ്. അടുത്ത് ആരെയും കണ്ടില്ല. ഒത്തുപണികൾ ചെയ്ത ഒരു കട്ടിലിൽ ചിത്രവർണ്ണാങ്കിതമായ വിരിപ്പ് വിരിച്ചിട്ടുള്ള മെത്തയിലാണ് അവൾ കിടക്കുന്നത്. ജയന്തൻ കോരിത്തരിച്ചു നിന്നു ആ കാഴ്ച കണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ സുമുഖനായ ഒരു യുവാവ് അവളുടെ അടുത്തു വന്ന് ഇടതു കൈകൊണ്ട് ശിരസ്സു താങ്ങി അവളുടെ സൗന്ദര്യം നോക്കിക്കിടന്നു. അതിനുശേഷം വലതു കൈകൊണ്ട് അവളുടെ തലമുടി ഒതുക്കി. ഒരു മെഴുകു പ്രതിമ പോലെ കിടക്കുന്ന ആ സുന്ദരാംഗിയെ അയാൾ തന്റെ മാറോടമർത്തിയപ്പോൾ ജയന്തൻ മുഖം തിരിച്ചു കളഞ്ഞു. അത് കാണുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അത് കാണാനുള്ള ശക്തിയില്ലാഞ്ഞിട്ട്. ആരാണ് ഈ സുന്ദരഗാത്രൻ? ദേവനോ മനുഷ്യനോ? മുത്തച്ഛൻ സൂചിപ്പിച്ചത് ഇയാളുടെ കാര്യമാണോ? ഹോ, എങ്കിൽ നങ്ങേമ വീണത് തന്നെ. ഒരു നങ്ങേമയോ? 1000 നങ്ങേമ്മമാർ. അപ്സരകുമാരികൾ തോറ്റുപോകുന്ന ഒരു ദേവാംഗനയെ മാറിൽ അമർത്തിയാണ് അയാൾ കിടക്കുന്നത്. ഇവനെ കിട്ടിയാൽ നങ്ങേമ തൃപ്തി അടയും. പിന്നെ നങ്ങേമ തന്റെ ചൊൽപ്പടിയിൽ. ജയന്തൻ ഉറപ്പിച്ചു. പക്ഷേ കണ്ണാടിയിൽ കാണുന്ന ചെറുപ്പക്കാരൻ എവിടെയാണുള്ളത്? അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? എവിടെയാണ് അയാൾ താമസിക്കുന്നത്? അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ സംഗതി ശരിയായി എന്ന് അയാൾ ഉറപ്പിച്ചു. ആ ചലിക്കുന്ന ചിത്രത്തിൽ അയാളെ കണ്ടെത്തുവാനുള്ള യാതൊരു ലക്ഷ്യവും കണ്ടില്ല. പുറത്തെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ അയാളുടെ രൂപം ജയന്തൻ മനസ്സിൽ വരച്ചുറപ്പിച്ചു. കണ്ണാടിയിലെ ചിത്രം മാഞ്ഞു. അറ പൂട്ടി ജയന്തൻ വീണ്ടും സമാധിയിലെത്തി. ആളെ ഞാൻ കണ്ടു, പക്ഷേ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ജയന്തൻ തന്റെ പിതാമഹനോട് പറഞ്ഞു. നീ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ നിന്നെ തേടി വന്ന ആളുടെ നാട്ടിൽ തന്നെയുണ്ട്. അടയാളങ്ങൾ പറഞ്ഞു നോക്കൂ, അയാൾ പറഞ്ഞു തരും. അത് കേട്ടപ്പോൾ ജയന്തന് സമാധാനമായി. തിരികെ ഇല്ലത്തെത്തിയപ്പോൾ ചാവടിയിൽ അടക്കം പറച്ചിൽ കേട്ടു. ജയന്തൻ അകത്തളത്തിൽ പോയി കിടന്നു. അടുത്ത നാൾ കാപ്പി കുടി കഴിഞ്ഞ് മുറുക്കിയിരിക്കുമ്പോൾ ദാനവേദനോട് ജയന്തൻ അടയാളം പറഞ്ഞു. ഈ പറഞ്ഞ ഒരാൾ ബ്രാഹ്മണനാണെങ്കിൽ അടുത്ത ഇല്ലത്തുണ്ട്. നിജനാണെന്ന് തിട്ടമാണോ?
അതിൽ സംശയമില്ല. പൂണൂൽ കണ്ടു. കൂടെ കിടന്ന ആളെങ്ങനെ? ദാനവേദൻ ചോദിച്ചു. പരമസുന്ദരി. ഉർവശി, മേനക, രംഭ, തിലോത്തമ 4 പേരും കൂടിച്ചേർന്ന് ഒന്നായി ജനിച്ച രൂപം. അപ്പോൾ അത് ശരി തന്നെ. നിങ്ങൾ പറഞ്ഞ ആള് അത് തന്നെ. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. ദാനവേദനും വാസു നമ്പൂതിരിയും പോയി 2 നാൾ കഴിഞ്ഞപ്പോൾ ഓമല്ലൂർ കാവിലെ ദിവസപൂജ മുടങ്ങി. അപ്പോൾ നാട്ടിലെ അധികാരി മാളികയിൽ മാധവൻകുട്ടി മേനോൻ ശിവക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിന് കൊണ്ടുവന്ന സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിനെ ഓമല്ലൂർ കാവിലേക്ക് നാട്ടുകാരുടെ ഇഷ്ടത്തെ മാനിച്ച് പൂജക്കയച്ചു. ദേവപ്രശ്നത്തിൽ പ്രഗത്ഭനും മന്ത്രതന്ത്രങ്ങളിൽ വിശാരദനുമായ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് ഓമല്ലൂർ കാവിലെത്തി. കാവിൽ പൂജ നടത്തുന്നതിനായി മാധവൻകുട്ടി മേനോൻ സ്വയം ചെന്നാങ്കേരി മനയിൽ ചെന്ന് താക്കോൽ വാങ്ങിക്കൊണ്ടുവന്ന് സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിന്റെ കയ്യിൽ കൊടുത്തു. ബലിക്കല്ലിനപ്പുറം തിരുനടയുടെ ആദ്യ പടിയിൽ വലതുകാൽ വെച്ചപ്പോൾ അദ്ദേഹം സംശയിച്ചു നിന്നു. മനസ്സിന്റെ തളത്തിൽ രാശിപ്പലകിയിട്ട് അതിൽ മനസ്സുകൊണ്ട് കവിടി നിരത്തി. എണ്ണം പറഞ്ഞ് കണക്കുകൂട്ടി ഗണിക്കാൻ കഴിവുള്ള അദ്ദേഹം ചുറ്റുപാടും സംശയത്തോടെ നോക്കി. കാവിന്റെ മുന്നിൽ കാലപ്പഴക്കമുള്ള 7 പാല, അതിന്റെ പിന്നിൽ പായലുകൾ പിടിച്ച് ചെതുമ്പലുകളാണെന്ന് തോന്നുന്ന ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ചിത്രകൂടങ്ങൾ, അവയ്ക്കിടയിൽ വളർന്നു നിൽക്കുന്ന പാണലും കുറുന്തോട്ടിയും. സൂര്യമിത്രൻ താക്കോൽ എടുത്തുകൊണ്ട് അടുത്ത പടികളും ചവിട്ടി ശ്രീകോവിലിന്റെ വാതിൽ പാളികൾ ബന്ധിച്ചിരിക്കുന്ന താഴിൽ താക്കോലിട്ട് തിരിക്കാൻ ഭാവിച്ചപ്പോൾ മനസ്സിന്റെ കോണിൽ ആരോ പറയുന്നത് കാതുകളിൽ കേട്ടു. എന്തിനാ വാതിൽ തുറക്കുന്നത്? തൊട്ടടുത്ത് കാതിലാരോ മന്ത്രിക്കുന്നത് പോലെയാണ് ആ ശബ്ദം കേട്ടത്. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് വടക്കൻ മലബാറിലെ പ്രസിദ്ധനായ സൂര്യമന ഇല്ലത്തിലെ അംഗമാണ്. ആ ഇല്ലത്തെക്കുറിച്ച് തന്നെ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് അവിടെ ഏതോ ഒരു ദേവത മനുഷ്യജന്മം പ്രാപിച്ചു പിറന്നത്രേ. ആ കന്യകയുടെ പേർ താത്രിക്കുട്ടി എന്നായിരുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ സൂര്യഭഗവാനോട് ഒരു ആത്മബന്ധം ആ കുട്ടി പുലർത്തിയിരുന്നു. 5 വയസ്സു മുതൽ ഇല്ലം വക കുളത്തിൽ കഴുത്തുനീര് വെള്ളത്തിൽ പെരുമീനുദിക്കുമ്പോൾ കൈകൂപ്പി ആകാശത്തിലേക്ക് നോക്കി കിഴക്ക് സൂര്യഭഗവാൻ ഉദിക്കുന്നതുവരെ നിൽക്കുമായിരുന്നു. അങ്ങനെ ബാല്യവും കൗമാരവും കടന്ന് താത്രിക്കുട്ടി ഋതുമതിയായി. ഒരിക്കൽ ഒരു ഞായറാഴ്ച പതിവ് പോലെ രാവിലെ താത്രിക്കുട്ടി സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ നിൽക്കുന്നു തങ്കം കൊണ്ടു തീർത്തതുപോലെ സർവലക്ഷണങ്ങളുമൊത്ത ഒരു യുവരാജകുമാരൻ. താത്രിക്കുട്ടിയുടെ സങ്കല്പത്തിലുള്ള സൂര്യദേവൻ തന്നെയായിരുന്നു അത്. ഭഗവാൻ ഇങ്ങനെ പറയുന്നത് പോലെ താത്രിക്കുട്ടിക്ക് തോന്നി. നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്നിൽ നിന്നും പിറക്കുന്ന തലമുറ എല്ലാ ഗുണത്തിലും മുൻപന്മാരായിരിക്കും. താത്രിക്കുട്ടിയുടെ വേളി നടന്നു. പക്ഷേ ഒരു സത്യം താത്രിക്കുട്ടിക്ക് മാത്രം അറിയാവുന്നതായിരുന്നു. അവൾ ഗർഭിണിയായിരുന്നു. താത്രിക്കുട്ടിക്ക് ഒരു ഉണ്ണി പിറന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. സൂര്യനെ പോലെ ശോഭ പരക്കുന്ന ഒരു കുഞ്ഞായിരുന്നു അത്. അതിൽ പിന്നീട് താത്രിക്കുട്ടി പ്രസവിച്ചതേയില്ല. ആ കുഞ്ഞിൽ നിന്നും ഒരു പുതിയ വംശം അവിടെ ഉണ്ടായി. അവിടെ മുതൽ ആ ഇല്ലത്തിന് സൂര്യമന എന്നു പേരുണ്ടായി. സൂര്യമനയിലെ നമ്പൂതിരിമാർ ജന്മനാൽ തന്നെ മഹാപണ്ഡിതന്മാരായിരുന്നു. മന്ത്രതന്ത്രങ്ങളിൽ അവർ മുൻപന്തിയിലായിരുന്നു. അവരെക്കുറിച്ച് തന്നെ പല ഐതിഹ്യങ്ങളുണ്ടായി. പലരും കെട്ടുകഥകൾ വരെ മെനഞ്ഞെടുത്തു. ആ വംശപരമ്പരയിൽപ്പെട്ട പേരെടുത്ത 4-5 പേരിൽ ഒരാളായിരുന്നു സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം യുവാവായപ്പോൾ തന്നെ എല്ലാ മന്ത്രങ്ങളും അഭ്യസിച്ചു കഴിഞ്ഞിരുന്നു. സത്മന്ത്രവാദവും ദുർമന്ത്രവാദവും അദ്ദേഹം പഠിച്ചു. കാഴ്ചയിൽ ആരും നോക്കി നിന്നു പോകുന്ന ശരീരപ്രകൃതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നല്ല ഉയരം, വിശാലമായ നെറ്റിത്തടം, അജ്ഞാത ശക്തിയുള്ള കണ്ണുകൾ, വിരിഞ്ഞ മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്, കഴുത്തിൽ സ്വർണം കെട്ടിയ രുദ്രാക്ഷം, പിന്നെ പൂണൂൽ, മോതിരവിരലിൽ വൈഡൂര്യം പതിച്ച മോതിരം. ഇതൊക്കെ ആയാൽ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടായി. എന്താ തിരുമേനി നിന്നുകളഞ്ഞത്? തൊട്ടടുത്തു നിന്ന അപ്പുണ്ണിമാരാർ ചോദിച്ചു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് വന്നത് അറിഞ്ഞാണ് അപ്പുണ്ണിമാരാർ വന്നത്. മാരാർ ഓമല്ലൂർ കാവിലെ പഴക്കമുള്ള അംഗമാണ്. പണ്ട് പ്രതാപം കത്തി നിന്നിരുന്ന കാലത്ത്
അപ്പുണ്യമാരാരുടെ പൂർവികന്മാരായിരുന്നു കാവിലെ ചെണ്ടകൊട്ടും മാല തീർക്കലും നടത്തിയിരുന്നത്. ഇപ്പോൾ ക്ഷേത്രം പരിതാപകരമായ സ്ഥിതിയിലെത്തിയപ്പോൾ അതൊന്നും വേണ്ടാതായി. അടുത്ത കാലത്ത് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ കഥകൾ മാരാരും കേട്ടിരുന്നു. എന്താണെന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. ആരാ, മനസ്സിലായില്ലല്ലോ? തിരുമേനി തിരിഞ്ഞു മാരാരോട് ചോദിച്ചു. ഞാൻ അപ്പുണ്ണിമാരാർ. തിരുമേനി വന്നു എന്നറിഞ്ഞിട്ട് എത്തിയതാ. അപ്പോ ഇവിടുത്തെ ആള് തന്നെയാ അല്ലേ? അതെ. എന്തോ പറയാനാഞ്ഞ ശേഷം തിരുമേനി അവിടെ തന്നെ നിന്നു. തിരുമേനി എന്താ വല്ലാണ്ടിരിക്കുന്നത്? മാരാർ ചോദിച്ചു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് തിരിഞ്ഞിറങ്ങി വന്നു. തന്നെ കൂട്ടിക്കൊണ്ടു വന്നവരെ നോക്കിയ ശേഷം മാരാരെ മാത്രം വിളിച്ച് വീണുകിടന്ന കൽത്തൂണിനടുത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, തിരുമേനി പറഞ്ഞു. എന്തോന്നാ? മാരാർ ചോദിച്ചു. ഇവിടെ ദേവിക്ക് കാവൽ നിന്നിരുന്ന യക്ഷിയുടെ കാൽത്തള കാണാതായെന്നും അതിനെക്കുറിച്ചറിയാൻ ദാനവേദൻ പോയിരിക്കുകയാണെന്നും ഞാൻ കേട്ടു. അതു ശരി തന്നെയാ, മാരാർ പറഞ്ഞു. എങ്ങോട്ടാണാവോ പോയിരിക്കുന്നത്? അതറിഞ്ഞുകൂടാ. വടക്കെങ്ങാണ്ടേക്കാ. അവിടെ തിരുമേനി അറിയാത്തവരില്ലല്ലോ. വരണമെങ്കിൽ സൂര്യമനയിൽ വരേണ്ടിയിരുന്നു. വന്നു കണ്ടില്ല. ചിലപ്പോൾ വിശ്വമംഗലത്ത് പോയിരിക്കും. അതെവിടാ? അതും വടക്കു തന്നെയാ. തിരുമേനി ഇപ്പോ പറഞ്ഞുകൊണ്ടു വന്നതെന്താ? മാരാർ തിരക്കി. ഞാൻ നട തുറക്കാൻ ചെന്നപ്പോൾ എന്റെ കാതിലാരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. പറഞ്ഞത് ആരെന്ന് ആദ്യം പിടികിട്ടിയില്ല. ഇപ്പോൾ മനസ്സിലായി. എന്റെ പരദേവത തന്നെ. എന്താണാവോ അരുളി ചെയ്തത്? തുറന്നിട്ട് കാര്യമില്ലെന്ന്. അയ്യോ, അതെന്താ അങ്ങനെ ചൊല്ലിയത്? കാര്യമില്ലാതെ പറയില്ലല്ലോ. അർത്ഥമെന്താണെന്ന് തിരിഞ്ഞോ? അത് സംശയമില്ലാത്ത കാര്യല്ലേ? എന്നുവെച്ചാൽ അതിനുള്ളിൽ ദേവിയില്ലെന്ന് സ്പഷ്ടം. അയ്യേ, എന്താ ഈ പറയുന്നത്? ദേവിയില്ലെന്നോ? ഉഗ്രമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇന്നും ഇതിന് മുകളിൽ കൂടി പക്ഷി പറക്കില്ല. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് പരക്കിയൊന്ന് നോക്കി. എന്നിട്ട് ശ്രീകോവിലിന് ചുറ്റും നടന്നു. അതിനുശേഷം തിരികെ വന്ന് തിരുവാതിലിന് മുന്നിൽ നിന്ന് ധ്യാനിച്ചു. ഉൾക്കണ്ണ് തുറന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് നോക്കി. അവിടം ശൂന്യമാണെന്ന് കണ്ടു. വാതിലിന് അപ്പുറവും ഇപ്പുറവും നോക്കി. ദ്വാരപാലികമാർ രണ്ടുമുണ്ട്. വലതുള്ള യക്ഷിയുടെ വലതുകാലിൽ കാൽത്തള കാണുന്നില്ല. കാൽത്തള ഊരിയെടുത്തതിന്റെ പാടുണ്ട്. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് നിമിഷങ്ങളോളം ആ പ്രതിമയിൽ നോക്കി നിന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഒരു വേദന തോന്നി. നോട്ടത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒന്നായിരുന്നു അത്. ഒരു മൂടൽ പോലെ കണ്ണിന് തോന്നി. എന്താ തിരുമേനി, നട തുറക്കുന്നില്ലേ? തിരുമേനിയെ കൂട്ടിക്കൊണ്ടുവന്നവരിൽ ഒരാൾ ചോദിച്ചു. നട ഞാൻ തുറന്നു തരാം, പക്ഷെ മറ്റൊന്നും ആവില്ല. അപ്പോൾ പൂജ നടത്തുന്നതോ? പറ്റില്ല എന്നർത്ഥം. എന്തേ കാരണം? അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പറയുന്നില്ല. തിരുമേനി ഇവിടെ വന്ന സ്ഥിതിക്ക് ഇന്നത്തേക്കെങ്കിലും പൂജ നടത്തിയാൽ നന്നായിരുന്നു. അപ്പോഴേക്കും ഭക്തജനങ്ങളിൽ പലരും എത്തിക്കഴിഞ്ഞു. 2-3 ദിവസമായിട്ട് തുറക്കാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേട്ട് എല്ലാവരും വന്നു തുടങ്ങി. ആളുകൾ കൂടുതൽ എത്തിയപ്പോൾ നട തുറക്കാതിരുന്നാൽ അതും ശരിയാവില്ലെന്ന് തിരുമേനിക്ക് തോന്നി. വന്നിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നത് നന്നല്ല, അപ്പുണ്യമാരാർ പറഞ്ഞു. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ തിരുമേനി നട തുറന്നു. എല്ലാവരും അകത്തേക്ക് നോക്കി കൈകൂപ്പി. പക്ഷെ തിരുമേനി മാത്രം തിരിഞ്ഞു നടന്നു. അവിടെ കണ്ട സംഭവം മാളികയിൽ മാധവൻകുട്ടി മേനോനോട് തിരുമേനി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതൊരു അത്ഭുതമാണല്ലോ. നമുക്കൊരു ദൈവപ്രശ്നം നടത്തി നോക്കിയാലോ? മേനോൻ അഭിപ്രായപ്പെട്ടു. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദേവി ശ്രീകോവിലിൽ ഇല്ല എന്ന് എനിക്ക് തീർച്ചയാണ്. ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ കൈകൂപ്പുമായിരുന്നല്ലോ. അത്ഭുതമായിരിക്കുന്നു. ദേവി എവിടെ പോയി എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? അക്കാര്യത്തിൽ വിഷമിക്കേണ്ട. ഞാൻ ദൈവപ്രശ്നം നടത്താം. ദേവി എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കാം. ശ്രീകോവിലിൽ ഇരുത്തുകയും ചെയ്യാം. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് ഉറപ്പുകൊടുത്തു. ഓമല്ലൂർ കാവിൽ നടന്ന സംഭവം സന്ധ്യ കഴിഞ്ഞപ്പോൾ വിഷ്ണുദേവൻ അറിഞ്ഞു. വന്നു പറഞ്ഞത് കാര്യസ്ഥൻ രാമൻ നായരാണ്. കേട്ടപ്പോൾ ഒരു അമ്പരപ്പ് ഉണ്ടാവുകയും ചെയ്തു. സൂര്യൻ അസ്തമിച്ചിരുന്നു. പകൽ കുറവുള്ള മാസമായിരുന്നതുകൊണ്ട് പെട്ടെന്നാണ് ഇരുൾ വീണത്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്? വിഷ്ണുദേവൻ ചോദിച്ചു.
നടന്നതൊക്കെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ രാമൻ നായർ അറിയിച്ചു. ദേവപ്രിയ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾ സ്വയരൂപത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ദീപം വയ്ക്കൂ കുട്ടിയെ, സരസ്വതി അന്തർജനം അകത്തുനിന്നും വിളിച്ചു പറഞ്ഞു. അത് കേട്ട് വിഷ്ണുദേവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽപ്പടിയിൽ ദേവപ്രിയ നിൽക്കുന്നതാണ് കണ്ടത്. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? വിഷ്ണുദേവൻ ചോദിച്ചു. കേട്ടിരിക്കണ് എന്ന് പറഞ്ഞ് അവൾ രാമൻ നായരെ നോക്കി. അതിന്റെ അർത്ഥം വിഷ്ണുദേവന് മനസ്സിലായില്ല. കാര്യസ്ഥൻ ഇന്ന് പോവുന്നില്ല എന്നുണ്ടോ? അവൾ ചോദിച്ചു. ആ ചോദ്യം കേട്ട് രാമൻ നായർ ദേവപ്രിയയെ നോക്കി. എന്തേ കുട്ടി അങ്ങനെ പറഞ്ഞത്? രാമൻ നായർ ചോദിച്ചു. ഒക്കെ ഞാനങ്ങ് പറഞ്ഞു തരണോ? നിങ്ങളൊക്കെ പഴയ ആളുകളല്ലേ, വിളക്കു വെച്ചു കഴിഞ്ഞ് പോവുന്നത് ശരിയല്ലെന്ന് അറിഞ്ഞുകൂടെ എന്നു പറഞ്ഞ് ദേവപ്രിയ അകത്തേക്ക് പോയി. തമ്പുരാനെ, തമ്പുരാട്ടി മോശമല്ലല്ലോ, വലിയ തമ്പുരാട്ടിയേക്കാൾ കൂർമ്മ ബുദ്ധിയാ. ഞാനാ തെറ്റുകാരൻ. ഞാൻ പോകാൻ വേണ്ടിയാ തമ്പുരാട്ടി നോക്കി നിന്നത്. ഇനിയെങ്കിലും ഐശ്വര്യം പോകരുതെന്നായിരിക്കും തമ്പുരാട്ടിയുടെ ആഗ്രഹം. ഞാൻ ഇറങ്ങുന്നു. രാമൻ നായർ പടിപ്പുര കടന്നു കഴിഞ്ഞപ്പോൾ ദേവപ്രിയ ദീപവുമായി വന്നു. ദീപം, ദീപം, ദീപം അവൾ ചൊല്ലി. തുളസിത്തറയ്ക്ക് അവൾ 3 വലം വെച്ചു. അതിനുശേഷം തുളസിത്തറയിൽ വിളക്കു വെച്ചു. ഈ സമയം സരസ്വതി അന്തർജനം വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. തുളസിത്തറയിൽ ദീപം വെച്ചുകൊണ്ടിരിക്കുന്നത് അവരായിരുന്നു. ഇപ്പോൾ അത് ചെയ്യാൻ വീട്ടിൽ ആളുണ്ടായപ്പോൾ അവർ ആ സമയം അടുക്കളയിൽ കഴിഞ്ഞുകൂടിയിരുന്നു. ചുരുങ്ങിയത് 4-5 കൂട്ടം കൂട്ടാനില്ലാതെ ചോറ് വെക്കുകയേയില്ല. വർഷങ്ങളായി ഒഴിഞ്ഞുകിടന്ന എരുത്തിൽ ഇപ്പോൾ കറക്കുന്ന 2 പശുക്കളുണ്ട്. സ്വന്തം ആവശ്യത്തിന് 1 മതിയായിരുന്നു. കാര്യസ്ഥനാണ് മറ്റൊന്ന് കൊണ്ടുവന്നത്. ആർക്കോ പണത്തിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. അതുകൂടി ആയപ്പോൾ പാല് ഒരുപാട് മിച്ചമാണ്. ആവശ്യം കഴിഞ്ഞ് രാമൻ നായർ പുറത്തു കൊണ്ടുപോയി വിൽക്കും. വിളക്കുവെച്ച് ദേവപ്രിയ തിരികെ വന്ന് കോലായിലേക്ക് കയറുന്നതുവരെ സരസ്വതി അന്തർജനം നോക്കി നിന്നു. അതിനുശേഷം അകത്തേക്ക് പോയി. ഞാൻ പറഞ്ഞത് കാര്യസ്ഥന് ഇഷ്ടപ്പെട്ടു കാണുമോ ആവോ? അവൾ വിഷ്ണുദേവനോട് ചോദിച്ചു. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഐശ്വര്യങ്ങൾക്കൊക്കെ കാരണം ദേവപ്രിയയാണെന്ന് അയാൾക്കറിയാം. അതെങ്ങനെ? അവൾ പരിഭ്രമിച്ചു. മറ്റൊന്നുകൊണ്ടുമല്ല, ദേവപ്രിയ വന്നതിന് ശേഷമാണ് ഈ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന് അയാൾ കരുതുന്നു. അത്ര തന്നെ. ചില പെണ്ണുങ്ങൾ വലതുകാലെടുത്തു വെക്കുമ്പോൾ തക്കത്താണെന്ന് കേട്ടിട്ടില്ലേ? അത്ര തന്നെ. ഓ, അത് ശരി. അന്തർജനം മറ്റൊന്ന് ചിന്തിക്കുകയായിരുന്നു. ദേവപ്രിയ തുളസിത്തറയ്ക്ക് വലത്തു വെക്കുമ്പോൾ അവർ കണ്ട അത്ഭുതത്തെക്കുറിച്ച്. താൻ കണ്ടത് സത്യമാണോ അതോ ഒരു തോന്നലായിരുന്നോ? സരസ്വതി അന്തർജനം ചിന്തിച്ചു. ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ല. അവർ സ്വയം സമാധാനിച്ചു. അവർ കണ്ടത് ഇപ്രകാരമായിരുന്നു. ദേവപ്രിയ ദീപവുമായി തുളസിത്തറയ്ക്ക് 3 വലത്തു വെച്ചപ്പോഴും ദീപം കാണാമായിരുന്നു. സാധാരണഗതിയിൽ 3 തവണ ദീപം കണ്ണിൽ നിന്നും മറയേണ്ടതാണ്. അപ്പോഴും അത് കണ്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് ശരിയാണെങ്കിൽ പ്രകാശം ദേവപ്രിയയെ തുളച്ചു പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ സംഭവിക്കാൻ ഒരിക്കൽ പോലും ന്യായം കാണുന്നില്ല. ഒരു മനുഷ്യ ശരീരത്തിൽ കൂടി പ്രകാശം കടന്ന് ഇപ്പുറത്തു വരികയോ? ഒരിക്കലുമില്ല. എന്താ അമ്മ ചിന്തിക്കുന്നേ? ദേവപ്രിയ മുന്നിൽ നിന്ന് ചോദിച്ചു. അവൾ സരസ്വതി അന്തർജനത്തെ അമ്മയെന്നാണ് വിളിക്കാറ്. സാധാരണ നിലയിൽ അങ്ങനെയല്ല വിളിക്കേണ്ടത്. പക്ഷേ വന്നപ്പോൾ മുതൽ അവൾ അങ്ങനെ വിളിച്ച് ശീലിച്ചുപോയി. ഒന്നുമില്ല, ഞാനങ്ങനെ വെറുതെ ചിന്തിച്ചു പോയതാ, അവർ പറഞ്ഞു. അല്ല, ഇപ്പോഴിങ്ങനെ ചിന്തിക്കാൻ എന്തിരിക്കണ്? ഇവിടെ എന്താണൊരു കുറവ്? ഒന്നുമില്ല, ഈ ഐശ്വര്യത്തെക്കുറിച്ച് തന്നെയാ ഞാൻ ചിന്തിച്ചത്. ഇപ്പോൾ എന്ത് സമാധാനമുണ്ട്? അവർ വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഞാൻ നാമം ചൊല്ലട്ടെ. അവൾ വരാന്തയിലേക്ക് പോയി. നിലവിളക്കിന്റെ മുന്നിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് ദേവപ്രിയ ദേവി സ്തോത്രം ഉരുവിട്ടു. ദേവപ്രിയ ചൊല്ലിയ സ്തോത്രത്തിന്റെ മനോഹരമായ സ്വരലയം ആ 4 കെട്ടിന്റെ തടിച്ചുവരുകളിൽ പ്രതിധ്വനിച്ചു. അവിടെ വന്നതിനു ശേഷം ആദ്യമായിട്ടാണ് അറവാതിലിനോട് ചേർന്നിരുന്ന് സ്തോത്രം ചൊല്ലിയത്. അത് കേട്ട് സരസ്വതി അന്തർജനവും വിഷ്ണുദേവനും അത്ഭുതപ്പെട്ടുപോയി. സരസ്വതി അന്തർജനത്തെയാണ് ഏറ്റവുമധികം ആ ശബ്ദം വിസ്മയഭരിതമാക്കിയത്. കാരണം എത്രമാത്രം സ്ഫുടമായും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെയുമാണ് അവൾ അത് ചൊല്ലിയത്. സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിക്ക് ഇത് അറിഞ്ഞുകൂടാത്തതാണ്.
പാണ്ഡിത്യമുള്ളവർക്കേ ഇതറിയൂ. തന്റെ മരുമകൾ അസാധാരണ സർഗശക്തിയുള്ള ഒരുവളാണെന്ന് അന്തർജനത്തിന് തീർച്ചയായി. അതോടെ അല്പം മുമ്പ് കണ്ട കാര്യം അവർ വിസ്മരിക്കുകയും ചെയ്തു. അവർ പുറത്തു വന്നിരുന്നു. ദേവപ്രിയ സ്തോത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. യാതൊരു തടസ്സവുമില്ലാതെ അവളുടെ കണ്ഠനാളത്തിൽ നിന്നും അക്ഷരങ്ങൾ മാധുര്യത്തോടെ പ്രവഹിക്കുന്നു. അവർ അത് കേട്ടുകൊണ്ടേയിരുന്നു. അന്ന് പൗർണമിയായിരുന്നു. പൂർണ്ണചന്ദ്രൻ കിഴക്ക് പൊന്തി വന്നു. ഒരു വലിയ പഞ്ചലോഹ തളിക പോലെ ആകാശത്തിൽ അത് പതിഞ്ഞു നിന്നു. ദേവപ്രിയ നിലാവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. മുറ്റത്ത് പ്രകാശം പരന്നിട്ടുണ്ട്. തുളസിയുടെ നിഴൽ തറയിൽ ചിത്രം വരയ്ക്കുന്നു. തണുത്ത കാറ്റ് ആ ചിത്രത്തിന് ജീവൻ പകരുന്നു. സരസ്വതി അന്തർജനത്തിന്റെ കൺപോളകൾക്ക് കനം തുടങ്ങി. പണ്ടത്തേതുപോലെയല്ല. ഇപ്പോൾ തറവാട്ടിൽ പിടിപ്പത് ജോലിയുണ്ട്. അതുപോലെ ആഹാരവുമുണ്ട്. മുൻപൊക്കെ വിശപ്പ് ഉറക്കത്തെ ഇല്ലാതാക്കിയിരുന്നു. മോൾ ഉറങ്ങുന്നില്ലേ? അവർ ചോദിച്ചു. ഈ നിലാവ് കാണുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ കിടക്കട്ടെ. അവർ എണീറ്റുപോയി. ദേവപ്രിയ അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വിഷ്ണുദേവൻ ഇറങ്ങി വന്നു. എന്താ ഇവിടെ അങ്ങ് ഇരുന്നു കളഞ്ഞത്? ഒന്നുമില്ല. അങ്ങനെയല്ല, എന്തോ ഉണ്ട്. എങ്കിൽ ഞാൻ പറയാം. അതാ ഒരു പൗർണമി കൂടി. അത് കേട്ടപ്പോൾ വിഷ്ണുദേവൻ ചെറുതായി ഞെട്ടി. ഇത് രണ്ടാമത്തെ പൗർണമിയാണ്. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ ഇപ്പോഴും വന്നതുപോലെ തന്നെയുണ്ട് അല്ലേ? അവൾ ചോദിച്ചു. അതെ, തീർച്ചയായും. ദേവപ്രിയയുടെ സൗന്ദര്യത്തിന് യാതൊരു ഉടവും തട്ടിയിട്ടില്ല. എന്റെ മനസ്സ് പറയുന്നു വീണ്ടും വീണ്ടും സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണെന്ന്. വിഷ്ണുദേവന്റെ മടിയിൽ അവൾ തലവെച്ചു കിടന്നു. അപ്പോൾ അവളുടെ മുഖത്ത് നിലാവിന്റെ കൈകൾ തലോടി. നീണ്ടു ചുരുണ്ട് തിരമാലകൾ പോലുള്ള അവളുടെ തലമുടി ഇളം തിണ്ണയിൽ മടിഞ്ഞു കിടന്നു. അവളുടെ മുഖത്തിന്റെ ഒരു വശം തെളിഞ്ഞും മറുവശം നിഴലായും ഇരുന്നു. ഒരു ദേവതാശില അടർത്തിയിട്ടതുപോലെയായിരുന്നു അത്. ഇനി 10 പൗർണമി കൂടെയുണ്ട് അല്ലേ? അവൾ ചോദിച്ചു. അതെ അതെ, 10 പൗർണമി എന്ന് വെച്ചാൽ 10 മാസങ്ങൾ അല്ലേ? അതെ. എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഓ, ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നു മാത്രം. അമ്മയ്ക്കെന്തോ എന്നെ സംശയമുള്ളതുപോലെ തോന്നുന്നു, അവൾ പറഞ്ഞു. എന്താ അങ്ങനെ തോന്നാൻ? ഞാൻ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുമ്പോഴെല്ലാം അമ്മ എന്നെ തന്നെ നോക്കി നിൽക്കും. എന്തോ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് വിഷ്ണുദേവൻ ചെറിയൊരു ഞെട്ടലോടെ അവളെ തന്നെ നോക്കി നിന്നു. അമ്മയ്ക്കെന്തെങ്കിലും സംശയം തോന്നി തുടങ്ങിയതായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? അമ്മ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ ഭയന്നു വിറയ്ക്കും. അത് ശരിയാണ്. അത്തരത്തിലുള്ള കഥകളാണ് ഞങ്ങളെപ്പറ്റി പ്രചരിക്കുന്നത്. ഞങ്ങൾ കരിമ്പനയിലെ നിത്യവാസികളാണെന്നും അതുവഴിയെ പോകുന്ന സുമുഖനായ ചെറുപ്പക്കാരെയെല്ലാം സ്ഥാപിച്ച ശേഷം അവരുടെ തലമുടിയും നഖവുമൊക്കെ കരിമ്പന ചുവട്ടിലിടുമെന്നും വൃദ്ധനായ കാളവണ്ടിക്കാരനെ പോലും ചുണ്ണാമ്പ് ചോദിച്ച് ചുണ്ണാമ്പ് തോണ്ടിക്കൊടുക്കുന്ന വിരലിൽ പിടിച്ചുകൊണ്ട് യക്ഷിപ്പാലയിലേക്ക് പറക്കും എന്നൊക്കെയുള്ള തെറ്റായ കഥകൾ. അപ്പോൾ അതൊക്കെ ശരിയല്ലാന്നുണ്ടോ? വിഷ്ണു ചോദിച്ചു. ശരിയല്ലെന്ന് തന്നെയല്ല, മുഴുവൻ തെറ്റാണ്. യക്ഷിഗന്ധർവാദികൾ ദൈവാംശമുള്ളവരാണ്. അവർ ഒരിക്കലും ലക്ഷണമൊത്ത, അതും ദേവഗണത്തിൽ പിറന്ന പുരുഷന്മാരെയല്ലാതെ മറ്റാരെയും വേൾക്കാറില്ലെന്ന് തീർച്ചയാണ്. മാത്രമല്ല, ദേവഗണത്തിൽ പിറക്കാത്ത പുരുഷന്മാരുമായി ശരീരം പങ്കിടുകയുമില്ല. അത് തീർച്ചയാണ്. അതുവരെ കേൾക്കാത്ത വസ്തുതകളാണ് വിഷ്ണുദേവൻ കേട്ടത്. അയാൾ അതുവരെ ധരിച്ചിരുന്നത് യക്ഷികളെക്കുറിച്ച് മറ്റു വിധത്തിലാണ്. ഉള്ളുകൊണ്ട് അയാൾ ദേവപ്രിയയെ ഭയന്നിരുന്നു. പിന്നെ വരുന്നത് വരട്ടെ എന്ന് തീരുമാനിച്ച് ജീവിച്ചെന്ന് മാത്രം. യക്ഷികളെയും ഗന്ധർവ കന്യകകളെയും പ്രാപിക്കുകയെന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപൂർവമായ സംഗതിയാണ്. 1 കോടി മനുഷ്യരിൽ ഒരാൾക്ക് മാത്രം സാധിച്ചെന്നു വരും. അതും നാൾ പൊരുത്തം സർവ്വതും തികഞ്ഞെങ്കിൽ മാത്രം. നമ്മൾ തമ്മിൽ എങ്ങനെയാണ്? വിഷ്ണുദേവൻ ചോദിച്ചു. നമ്മൾ തമ്മിൽ എല്ലാ വിധത്തിലുള്ള പൊരുത്തങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ തേടി വന്നത്. അതു കേട്ടതും വിഷ്ണുദേവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ വിഷ്ണുദേവനെ വാരിപ്പുണർന്നു. സൗഗന്ധിക പൂക്കൾ വിടർന്നു നിൽക്കുന്ന ദേവസരസിൽ മെയ്യു കഴുകിയ ദേവപ്രിയയുടെ ശരീരത്തിൽ ദേവരാജ്യത്തെ പൂക്കളുടെ മണമുണ്ടായിരുന്നു. 1-2 നാൾ കഴിഞ്ഞ് മാളികയിൽ മാധവൻകുട്ടി മേനോനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടി
സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് ഓമല്ലൂർ കാവിൽ ദൈവപ്രശ്നം നടത്തുവാൻ തീരുമാനിച്ചു. തിരുമേനി തീർത്തു പറഞ്ഞു, ദേവി ശ്രീകോവിലിനുള്ളിൽ ഇല്ലെന്ന്. കേട്ടവർ അതിശയിച്ചു. അവർ പരസ്പരം പറഞ്ഞത് നാടറിഞ്ഞു. അങ്ങനെ പലരും അറിഞ്ഞുകേട്ട് കാവിലെത്തി. പക്ഷേ ചെന്നാങ്കേരി മനക്കിലെ അന്തർജനത്തിന് മാത്രം അത് വിശ്വാസമായില്ല. എന്നും പതിവ് പോലെ നിർമ്മാല്യം തൊഴാനെത്തുന്ന അന്തർജനത്തിന് ശ്രീകോവിലിന്റെ നടയിൽ ഒരു ചെമ്പകപ്പൂവ് കിട്ടുമായിരുന്നു. അതുകൊണ്ട് മാത്രം അവർ വിശ്വസിച്ചു ദേവി എങ്ങും പോയിട്ടില്ലെന്ന്. അവരോട് പറഞ്ഞവരോടൊക്കെ പറഞ്ഞു, ദേവി ഇവിടെ തന്നെയുണ്ട്. എനിക്കതിൽ അവിശ്വാസമില്ല. ഞാൻ തൊഴാൻ ചെല്ലുമ്പോൾ അന്നത്തേതുപോലെ തന്നെ ദേവി എന്റെ മുന്നിലുണ്ട്. മനക്കിലെ സാവത്രി അന്തർജനം പറഞ്ഞത് തികച്ചും ശരിയായിരുന്നു. നേരം ഉച്ചതിരിയാറായി. ഭവാനിക്കുട്ടി അന്തർജനം കുരുക്ഷേത്രത്തുമനയുടെ പടിവാതിൽ കടന്ന് അകത്തേക്ക് വന്നു. സമ്പത്തിലും ആൾ സ്വാധീനത്തിലും വളരെ മുൻപന്തിയിൽ നിന്ന മനയായിരുന്നു ഭവാനിക്കുട്ടി അന്തർജനത്തിന്റെ. എന്നാൽ ഇപ്പോൾ അവരെക്കാൾ 10 മടങ്ങ് ഉന്നതിയിലാണ് കുരുക്ഷേത്രത്തുമന. മാത്രവുമല്ല, വിഷ്ണുദേവൻ നാട്ടിലൊരു കൊച്ചു രാജകുമാരനെ പോലെയാണ്. ഏതോ ഒരു പെണ്ണിനെ വിഷ്ണുദേവൻ കൂട്ടിക്കൊണ്ടുവന്ന് കുടുംബത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്ന് ആരോ പറഞ്ഞ് ഭവാനിക്കുട്ടി അറിഞ്ഞിരുന്നു. ഒരു പെണ്ണ് വന്നതു മുതൽക്കാണ് തറവാട്ടിൽ ഐശ്വര്യമുണ്ടായി തുടങ്ങിയെന്നതുകൂടി അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അതത്ര കാര്യമായി അവർ കരുതിയില്ല. കാരണം ഒരു ഇല്ലത്തെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അല്പം സൗകര്യമുണ്ടെങ്കിൽ ബാല്യക്കാരികളെ നിർത്താറുണ്ട്. ആ ബാല്യക്കാരികളുമായി അല്പം ചില നേരം പോക്കുകൾ ഇല്ലത്തെ ഉണ്ണികൾ നടത്താറുമുണ്ട്. അതൊക്കെ സാധാരണ പതിവാണെന്നും ആരും അതിനു വലിയ വില കൽപ്പിക്കാറില്ലെന്നും ഭവാനിക്കുട്ടി അന്തർജനത്തിന് അറിയാമായിരുന്നു. അതുതന്നെയോ, വിഷ്ണുദേവൻ ആർക്കും പുടവ കൊടുത്തതായി അറിവില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അമ്മായിയെ അറിയിക്കാതിരിക്കുമോ? എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ദുവിനെ ആ കുടുംബത്തിലെ അവകാശിയാക്കണമെന്ന് ഭവാനിക്കുട്ടി തീരുമാനിച്ചു. അതനുസരിച്ചാണ് അവർ അങ്ങോട്ട് വന്നത്. ഭവാനിക്കുട്ടിയെ കണ്ടതും സരസ്വതി അന്തർജനം അവരെ സന്തോഷത്തോടെ ആനയിച്ചു. വിശേഷങ്ങൾ പറഞ്ഞിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. ഊണ് കഴിക്കാനുള്ള സമയമായിരിക്കുന്നു. അവർ ഊണ് കഴിക്കാനായി ഇരുന്നു. ഇല വെച്ചു. കറികൾ ഓരോന്നായി ഇലയിൽ നിരക്കുന്നതിന് മുമ്പ് തന്നെ അവയുടെ സുഗന്ധം അവിടമാകെ പരന്നു. അത്ഭുതമിടുന്ന കണ്ണുകളോടെ ഭവാനിക്കുട്ടി സരസ്വതി അന്തർജനത്തെ നോക്കി. ഊണ് ആരംഭിച്ചു. ഓരോ ഉരുള വായിലിടുമ്പോഴും അവർ സരസ്വതി അമ്മയെ നോക്കി. രുചിയെന്നു പറഞ്ഞാൽ അതിന്റെ എല്ലാ അർത്ഥത്തിലുമുണ്ട്. ഓരോ കറിക്കും പ്രത്യേകം രുചി. വയറ് വീർക്കുന്നത് അവർ അറിഞ്ഞതേയില്ല. അത്രമാത്രം കഴിച്ചു. ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റു. സരസ്വതി അന്തർജനത്തോട് ഭവാനിക്കുട്ടി പറഞ്ഞു, എന്തു രുചിയായിരുന്നു ഇന്നത്തെ ഭക്ഷണത്തിന്. അപാര കൈപുണ്യം തന്നെ സരസ്വതി. അയ്യോ, ഞാനല്ല, ഇവിടുത്തെ കുട്ടിയാ എല്ലാം പാകം ചെയ്തത്. ഇവിടുത്തെ കുട്ടിയോ? അതാര്? അങ്ങനെയാരാ ഇവിടെ ഉള്ളത്? വിഷ്ണുദേവനോ? അല്ല, ഇവിടുത്തെ പെൺകുട്ടി. ആഹാ, അത് കൊള്ളാം. അതിന് നിനക്ക് പെൺമക്കളൊന്നുമില്ലല്ലോ. ഹ, അതല്ലെന്നേ, വിഷ്ണു കൊണ്ടുവന്ന പെൺകുട്ടി. ആര്? ആ ബാല്യക്കാരി പെൺകുട്ടിയോ? ഭവാനിക്കുട്ടി ചോദിച്ചു. അത് ബാല്യക്കാരി പെൺകുട്ടിയൊന്നുമല്ല, സരസ്വതി അന്തർജനം ശുഭിതയായിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ആരാണെന്ന സരസ്വതി പറയുന്നത്? അവൾ ഇവിടുത്തെ കുട്ടിയാണ്, അല്ലാതെ ബാല്യക്കാരിയൊന്നുമല്ല. ഓ, അങ്ങനെ ആയിക്കൊള്ളട്ടെ. എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ ഇവിടുത്തെ ആ കുട്ടിയെ. ഭവാനിക്കുട്ടി അന്തർജനം വിഷ്ണുദേവൻ കൊണ്ടുവന്ന പെണ്ണിനെ കാണാൻ തിരക്കിടുകയായിരുന്നു. അപ്പോഴേക്കും സരസ്വതി അന്തർജനം തെന്നിമാറി. പാചകപ്പുരയിൽ പലരും ഉണ്ടായിരുന്നതുകൊണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവരും വിഷമിച്ചു. എങ്കിലും ശരിക്കൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവർ അങ്ങോട്ട് കടന്നു. അവിടെ പുരുഷന്മാരും മറ്റും വാർപ്പുകൾ കഴുകി വെടുപ്പാക്കുകയായിരുന്നു. അതിനപ്പുറത്ത് ബാല്യക്കാരികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നത് ഭവാനി കണ്ടു. പെണ്ണിനാണെങ്കിൽ കാൽമുട്ടിന് താഴെ എത്തുന്ന തലമുടി പിണ്ടി വണ്ണത്തിൽ പിന്നിക്കെട്ടിയിട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവർ അറിയാതെ പറഞ്ഞുപോയി, ഭഗവതി, ഇത് യക്ഷിയോ മറ്റോ ആണോ? അത് കേട്ടിട്ടെന്ന വണ്ണം ദേവപ്രിയ തിരിഞ്ഞു നോക്കി. ദേവപ്രിയയുടെ നോട്ടം ഭവാനി അന്തർജനത്തിന്റെ ഹൃദയത്തിൽ അമ്പ് തറയ്ക്കുന്നതുപോലെ ആയിരുന്നു. ഒരു ഉൾക്കിടിലം തന്നെ അവർക്കുണ്ടായി. പക്ഷേ അതെങ്ങനെയാണ് പറയുക?
മറ്റൊരാളെ എങ്ങനെയാണ് ധരിപ്പിക്കുക? അവർ പിന്തിരിഞ്ഞപ്പോൾ ഇന്ദു നിൽക്കുന്നതാണ് കണ്ടത്. ഇന്ദുവും ദേവപ്രിയയും നോക്കി നിൽക്കുകയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ഇന്ദു എത്രയോ സുന്ദരികളെ കണ്ടിരിക്കുന്നു. ആ വർഷത്തെ കോളേജ് ബ്യൂട്ടിയേക്കാളും മിസ് യൂണിവേഴ്സിറ്റിയേക്കാളും 10 മടങ്ങ് സുന്ദരിയാണ് സാധാരണ വേഷത്തിൽ നിൽക്കുന്ന ദേവപ്രിയ. ഇത്രമാത്രം തലമുടി ആ പെണ്ണിന് എവിടുന്ന് കിട്ടി? ആ കണ്ണുകളുടെ തിളക്കം എവിടെ നിന്ന് വന്നു? വിഷ്ണുവേട്ടന്റെ ഭാര്യ എത്രയോ സുന്ദരിയാണ്, ഇന്ദു അമ്മയോട് പറഞ്ഞു. അതെ അതെ, അതുതന്നെയാ ഞാനും ചിന്തിക്കുന്നത്. ഇത്രമാത്രം അഴക് ഒരു പെണ്ണിന് എങ്ങനെയാ കിട്ടുക? അവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് 2 നാൾ കഴിഞ്ഞു പോകാമെന്ന് ഭവാനിക്കുട്ടി തീരുമാനിച്ചു. സരസ്വതി അമ്മയ്ക്കും അത് ഇഷ്ടമായിരുന്നു. ഇന്ദുവിന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം അസൂയ തന്നെ. ദേവപ്രിയയെ കണ്ടതു മുതൽ ഇന്ദുവിന് മനപ്രയാസമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അവളുടെ സൗന്ദര്യം തന്നെ. ബന്ധുക്കളിൽ മറ്റാരും അവിടെ രാത്രി കഴിയാനില്ലായിരുന്നു. വേലക്കാരികൾ മിച്ചം വച്ചത് പുത്തൻ കുട്ടകളിൽ കൊണ്ടുപോയി. ഇനി ആരും പോകാനില്ലെന്ന് മനസ്സിലായപ്പോൾ ദേവപ്രിയ ദീപവുമായി കോലായ്ക്കലേക്ക് വന്നു. അപ്പോഴേക്കും അവൾ സ്വയം രൂപത്തിലായി കഴിഞ്ഞിരുന്നു. ദീപം ദീപം. അവൾ പടിപ്പുര വരെ പോയി മടങ്ങിയെത്തി. തുളസിത്തറയ്ക്ക് വലം വെച്ചു. തറയിൽ വിളക്ക് വെച്ചു. എന്തേ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ചില്ല? ഭവാനിയമ്മ ചോദിച്ചു. ഞാൻ വെക്കാം. അമ്മ ഇറങ്ങിച്ചെന്നു. ഭവാനിയമ്മ അത് ശ്രദ്ധിച്ചു. മകന്റെ ഭാര്യയ്ക്ക് എന്തുകൊണ്ട് അവിടെ പൊയ്ക്കൂടാ? അവർ ചിന്തിച്ചു. പിന്നെ വന്ന പെണ്ണല്ലേ എന്നു കരുതി അവർ സമാധാനിക്കുകയും ചെയ്തു. നാളുകൾ കൂടെയുള്ള കൂടിച്ചേരലായതുകൊണ്ട് എല്ലാവരും വരാന്തയിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളെ അന്യരാക്കിയത് ശരിയായില്ല, വെറ്റിലയിൽ 100 തേക്കുന്നതിനിടയിൽ ഭവാനിയമ്മ പറഞ്ഞു. എന്തേ അങ്ങനെ തോന്നാൻ ഇപ്പോൾ എന്താ ഉണ്ടായത്? സരസ്വതി അന്തർജനം ശിരസുയർത്തി നോക്കി. അല്ല, വിഷ്ണു എനിക്ക് അന്യനല്ലല്ലോ. ഓ, അതാണോ ഭവാനി പറഞ്ഞുകൊണ്ടുവരുന്നത്? എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവർ അകത്തേക്ക് നോക്കി. ദേവപ്രിയ സംസാരം തുടങ്ങിയപ്പോൾ അവിടെ നിന്നും സൂത്രത്തിൽ എഴുന്നേറ്റ് കിടക്കമുറിയിലേക്ക് പോയി. അവൾക്കറിയാമായിരുന്നു സംസാരത്തിന്റെ തുടക്കം അവളെക്കുറിച്ചാണെന്ന്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. തന്നെയുമല്ല, ഇപ്പോൾ അവൾ മനുഷ്യസ്ത്രീയല്ല. പകൽ കണ്ടതിനേക്കാൾ അവൾക്ക് ശരീരകാന്തി വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ അവളുടെ ശരീരത്തിന് പാലപ്പൂവിന്റെ വാസനയുമുണ്ട്. ആ ഭാഗത്തെങ്ങും പാല പൂത്തും നിൽപ്പില്ലതാനും. അപ്പോൾ അവർ സംശയിക്കുമെന്നത് തീർച്ചയാണ്. കിടപ്പുമുറിയിൽ ചെന്നിരുന്നെങ്കിലും അവൾക്ക് വരാന്തയിൽ സംസാരിക്കുന്നത് ശരിക്കും കേൾക്കാമായിരുന്നു. ഭവാനിയമ്മയെ കണ്ടപ്പോൾ മുതൽ അവൾക്ക് അവരിൽ സംശയം ജനിച്ചിരുന്നു. അവരുടെ മനസ്സ് അത്ര നല്ലതല്ലെന്നും ദേവപ്രിയ മനസ്സിലാക്കിയിരുന്നു. എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്നുവരെ അവൾ ശങ്കിച്ചു. ഇതൊക്കെയാണേലും ഒന്ന് അറിയിക്കാമായിരുന്നു, ഭവാനിയമ്മ പറഞ്ഞു. എന്നാൽ ഉണ്ടായത് ഞാനങ്ങ് പറയാം. ഒരു നാൾ അവർ വിഷ്ണുദേവനെ നോക്കിയ ശേഷം മൗനം പൂണ്ടു. അതു മനസ്സിലാക്കി വിഷ്ണുദേവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അവർ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എന്ന് അയാളും ചിന്തിച്ചു. ദേവപ്രിയയും വിഷ്ണുദേവനും പോയി കഴിഞ്ഞപ്പോൾ ഭവാനിയമ്മയ്ക്ക് ഏറെ സംസാരിക്കാമെന്നായി. ഇന്ദുവിന് ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നോളൂ, അവർ പറഞ്ഞു. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കും. നിങ്ങൾ പറയുന്നത് എനിക്കും കേൾക്കാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇനി അറിഞ്ഞാൽ തന്നെ എന്താണ്? അവളുടെ ശബ്ദത്തിൽ താഴ്ചയുണ്ടായിരുന്നു. ഇന്ദു, നീ ആവശ്യമില്ലാത്തത് പറയാതെ. ഭവാനിയമ്മ അവളെ തടഞ്ഞു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അവൾ അകത്തേക്ക് നോക്കി പറഞ്ഞു. സമ്പത്തും സൗകര്യങ്ങളും വിഷ്ണുദേവന് വർദ്ധിച്ചപ്പോൾ അയാളെ അവളും മോഹിച്ചിരുന്നു. അതിനു മുമ്പ് അവൾ അയാളെക്കുറിച്ച് അല്പം സമയം പോലും ചിന്തിച്ചിരുന്നില്ല. വിഷ്ണുവിന് മറ്റെങ്ങും പെണ്ണു കിട്ടാഞ്ഞിട്ടാണോ കേൾപ്പോരും കേൾവിയും ഇല്ലാത്തിടത്തുനിന്ന് പെണ്ണിനെ കൊണ്ടുവന്നത്? ഭവാനിയമ്മ സംസാരം തുടർന്നു. സരസ്വതി അന്തർജനം അതിനു മറുപടി കൊടുത്തില്ല. എന്താണ് പറയേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നുവരെ പലരും പറഞ്ഞു. മരുമോളുടെ ഇല്ലത്തൂന്ന് ആരൊക്കെയാ വരാറുള്ളത്, എവിടെയാ പെണ്ണിന്റെ നാടെന്ന്, ഇതൊക്കെ അറിയാമോ എന്നൊക്കെ പലരും ചോദിച്ചു. അതിനൊന്നും മറുപടി പറയാൻ സരസ്വതി അന്തർജനത്തിന് അറിഞ്ഞുകൂടായിരുന്നു. ഒപ്പം കുറ്റബോധം തോന്നുകയും ചെയ്തു. ഇനി മുന്നോട്ടുള്ള കാലം ഈ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? കുറച്ചുനാൾ മുമ്പാണെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഇല്ലായിരുന്നു. ഇല്ലത്തേക്ക് ആരും തന്നെ തിരിഞ്ഞുപോലും നോക്കുകയില്ലായിരുന്നു.
ഇങ്ങനെയൊരു കൂട്ടർ ഉണ്ടോ എന്ന് പോലും ആരും അന്വേഷിക്കുന്നേയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ നില തീരെ മാറിയിരിക്കുന്നു. പണ്ടുള്ള പ്രതാപം വീണ്ടെടുത്തിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ പുരയിടങ്ങളും വയലും ഓരോന്നായി കിട്ടിത്തുടങ്ങി. കുറ്റി ഒഴിഞ്ഞു തരാൻ ആരും മടിക്കുന്നില്ല. അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടാതെയാണ് ഇങ്ങോട്ട് വരുന്നത്. തലേ ആഴ്ചയിലുണ്ടായ ഒരു സംഭവം അവർ ദിവസവും ഒരു തവണയെങ്കിലും ഓർക്കുമായിരുന്നു. കുരുക്ഷേത്രത്തുമനയുടെ തൊട്ടു പടിഞ്ഞാറ് 5 ഏക്കറോളം വരുന്ന ഒരു തെങ്ങിൻ തോപ്പുണ്ട്. ധാരാളം കായ്ഫലമുള്ള തെങ്ങുകളാണ് അതിലുള്ളത്. കൂടാതെ കൂറ്റൻ 4 തേക്കും ഉണ്ട്. ആ വൃക്ഷങ്ങൾ തന്നെ ഇന്നത്തെ വിലയ്ക്ക് 2 ലക്ഷത്തിൽ കുറയില്ല. പണ്ടത് ഇല്ലം വകയായിരുന്നു. 75 കൊല്ലം മുമ്പ് അത് ശങ്കുണ്ണി വാര്യരുടെ മുത്തച്ഛൻ ഒറ്റി വാങ്ങിയതായിരുന്നു. അന്നുണ്ടായിരുന്ന തൈകളൊന്നും ഇന്നില്ലെങ്കിലും അതിന് പകരമായി തൈകൾ വെച്ചിരുന്നു. ഒരു നാൾ രാവിലെ വാര്യരെയാണ് കണി കണ്ടത്. വന്നയുടനെ വാര്യർ ഒരു ഓല വരാന്തയിൽ വെച്ച് ഒതുങ്ങി നിന്നു. എന്താണെന്ന് വിഷ്ണുദേവൻ ചോദിച്ചപ്പോൾ പടിഞ്ഞാറെ പുരയിടത്തിന്റെ ചാർത്താണെന്ന് പറഞ്ഞു. അത് തിരികെ തരാൻ വന്നതാണെന്നും അറിയിച്ചു. പണം വാങ്ങിയിട്ടല്ലേ അതു തന്നതെന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ തന്നതിൽ 100 ഇരട്ടി അനുഭവം ആ പുരയിടത്തിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്നും ഇനി ഒരു കാരണവശാലും അത് തങ്ങൾ കൈവശം വെച്ചുകൊണ്ടിരിക്കില്ലെന്നും വാര്യർ തറപ്പിച്ചു പറഞ്ഞു. അത് പറയുമ്പോൾ വാര്യർ തലേന്ന് രാത്രി മുറ്റത്ത് കണ്ട കാഴ്ച ഉള്ളിൽ കണ്ട് ഞെട്ടുന്നുണ്ടായിരുന്നു. ആരോ വിളിക്കുന്നത് പോലെ ഒരു ശബ്ദം അർദ്ധരാത്രിയിൽ കേട്ടു. ഇറങ്ങിച്ചെന്നപ്പോൾ തുളസിത്തറയുടെ അടുത്ത് ഒരു രൂപം കണ്ടു. തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സ്ത്രീരൂപം. പെട്ടെന്ന് അത് വളർന്നു വലുതായി. ശങ്കുണ്ണി വാര്യർ തല ഉയർത്തി നോക്കി. അപ്പോൾ ഒരു വലിയ കൈ വാര്യരുടെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. വാര്യർ ഭയന്നു വിറച്ചുപോയി. തന്നെ മുകളിൽ ഉയർത്തിക്കൊണ്ടുപോയി കാതിൽ പറഞ്ഞെന്നാണ് വാര്യർക്ക് തോന്നിയത്. അതിനു മുമ്പ് വിഷ്ണുദേവൻ സ്വർണപ്പാക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ അനുഭവവും അപ്പോൾ വാര്യർ ഓർത്തുപോയി. ഇപ്പോൾ മരുമകൾ ഉത്തരമില്ലാത്ത ഒരു പ്രശ്നമായി അവരുടെ മനസ്സിൽ ഉയർന്നു വന്നു. ഇനി മറ്റൊന്നു ചിന്തിച്ചിട്ടും അവർക്ക് ഉത്തരം കിട്ടിയില്ല. ദേവപ്രിയ വരുന്നതിനു മുമ്പേ ഐശ്വര്യം അവരെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയിരുന്നു. അവൾ വന്നതൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വിഷ്ണുദേവന്റെ ജാതക ഫലമാണെന്ന് അവർ തീരുമാനിച്ചു. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഭവാനിയമ്മ ഒരു പഴുതു കണ്ടു. എന്താ? സരസ്വതി അന്തർജനം തിരക്കി. ഈ പെണ്ണ് നമ്മുടെ വർഗമാണോ? അതേന്നാ അവൻ പറഞ്ഞത്. ഇല്ലത്തിന്റെ പേരെന്താ? നമ്മൾ അറിയാത്ത ഇല്ലമുണ്ടോ? അതൊന്നും ഞാൻ തിരക്കിയില്ല. ഒന്നേ ഉള്ളൂ എന്ന് കരുതിയാണ് ചോദിക്കാതിരുന്നത്. അല്ലേ? അത് ശരിയല്ലേ? എന്തേ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അത് പോരാ, അറിയണം. വേണമെങ്കിൽ ഞാൻ തിരക്കാം, ഭവാനിയമ്മ പറഞ്ഞു. ഇനിയിപ്പോ അറിഞ്ഞിട്ടെന്താ ഫലം? അതോ? അല്ലെങ്കിൽ പടിയടച്ച് പിണ്ടം വെക്കണം, ശുദ്ധി കലശം ചെയ്യണം. തറവാട്ടിൽ പരദേവതമാർ ഉള്ളതാ. രാത്രി മുഴുവൻ അതുതന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എന്താ ചെയ്യുക? ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേവപ്രിയ വിഷ്ണുദേവനോട് ചോദിച്ചു. ഒന്നും പറയണ്ട, കേട്ടതായി നടിക്കാതിരുന്നാൽ മതി, അയാൾ ഉപദേശിച്ചു. എന്നോട് നാളെ എന്തെങ്കിലും ചോദിച്ചാലോ? എന്താണ് പറയുക? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതെങ്ങനെയാ? വിഷ്ണു എപ്പോഴും എന്റെ അടുത്ത് കാണുമോ? അത് കേട്ടപ്പോൾ വിഷ്ണു അവളെ നോക്കി. ശരിയല്ലേ? ഞാൻ എന്താ പറയുക? ഞാൻ അമ്മയെ വിളിച്ചു പറയട്ടെ? അപ്പോൾ അമ്മ എന്തു വിചാരിക്കും? പിന്നെ എന്താണൊരു വഴി? വിഷ്ണു ചോദിച്ചു. നാളെ ആവട്ടെ, ഒരു വഴി കണ്ടുപിടിക്കാം. ദേവപ്രിയ വിഷ്ണുവിന്റെ മാറിൽ ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. രാവിലെ കുളി കഴിഞ്ഞു വന്ന ദേവപ്രിയയെ ഭവാനിയമ്മ ആകെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകൾ ചെറുതായി. ദേവപ്രിയയുടെ സൗന്ദര്യം ഭവാനിക്കുട്ടിയെയും ഇന്ദുവിനെയും ഒരേപോലെ അസൂയപ്പെടുത്തി. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്നും കടത്തണമെന്നുവരെ അവർ തീരുമാനിച്ചു. ആലോചിച്ചു നോക്കിയിട്ട് ഒരു വഴിയും കണ്ടില്ല. ഒടുവിൽ അവളുടെ കുലം, ഗോത്രം എന്നിവയെക്കുറിച്ച് അന്വേഷിക്കാനും ഒരു ബ്രാഹ്മണ സ്ത്രീ അല്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് ഇല്ലത്തു നിന്നും ഓടിക്കാമെന്നും അവർ കരുതി. ഇതിനൊരു പോംവഴി കാണാതെ കുരുക്ഷേത്രത്തുമനയിൽ നിന്നും മടങ്ങിപ്പോകില്ലെന്ന് അവർ ശപഥം ചെയ്തു. നാടും നാട്ടാരും അറിഞ്ഞ് വേളി കഴിച്ചതല്ലല്ലോ ആ പെണ്ണിനെ. ആ നിലയ്ക്ക് അവളെ പറഞ്ഞയക്കാം. ദേവപ്രിയയെ എങ്ങനെയെങ്കിലും ഓടിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭവാനിക്കുട്ടി അന്തർജനത്തിന്റെ ഇല്ലത്തേക്കാൾ 100 മടങ്ങ് പ്രതാപത്തിലാണ് കുരുക്ഷേത്രത്തുമന.
അവിടെ തന്റെ മകളെ അയച്ചാൽ അവരുടെ തലമുറകളെക്കുറിച്ച് പിന്നീടൊന്നും ചിന്തിക്കണ്ട. അന്ന് ഉച്ചയൂണ് കഴിഞ്ഞ് ഉരപ്പുരയിൽ ഭവാനിക്കുട്ടി അന്തർജനവും മകളും വിഷ്ണുദേവന്റെ അമ്മയുമായി സംസാരിക്കാനിരുന്നു. വളരെ വർഷത്തിലെ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷെ അതേക്കുറിച്ചൊന്നും ഭവാനിക്കുട്ടി അന്തർജനം പറഞ്ഞില്ല. അവരുടെ ലക്ഷ്യം ദേവപ്രിയയായിരുന്നു. അപ്പോഴേ സരസ്വതി ചേച്ചി, ആ കുട്ടിയുടെ മന ഏതാ? അവർ തുടക്കമിട്ടു. വടക്കെങ്ങാണ്ടൊരു ഇല്ലമാണെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വിഷ്ണു കുറെ ദിവസമെങ്കിലും ഇവിടെ നിന്ന് മാറി നിന്ന് കാണുമല്ലോ. അങ്ങനെയൊരു ചിന്ത ഒരിക്കൽ പോലും സരസ്വതി അന്തർജനത്തിന്റെ മനസ്സിൽ കൂടി കടന്നുപോയിട്ടില്ല. അവർ അപ്പോഴാണ് ആലോചിച്ചു നോക്കിയത്, വിഷ്ണുദേവൻ കുറെ നാളായി അകലെയൊന്നും പോയിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് അവൾ ഇവിടെ വന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവളെ കണ്ടു. മകൻ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. ആ കുട്ടിയെ ഒന്ന് വിളിക്കാമോ? ഞാൻ വിശദമായി ചോദിക്കാം. സരസ്വതി അന്തർജനം മരുമകളെ വിളിച്ചു. അവൾ ഓടിയെത്തി ഭവ്യതയോടെ നിന്നു. കുട്ടി, അവിടെ ഇരിക്കൂ. വന്നപ്പോൾ എല്ലാം അറിയണമല്ലോ, അവർ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ട് പറഞ്ഞു. ദേവപ്രിയ തറയിൽ ചമ്രം പടിഞ്ഞിരുന്നു. കുട്ടി എവിടെയുള്ളതാ? അവർ ചോദിച്ചു. കുറെ അകലെയാ. എന്നുവച്ചാൽ അങ്ങ് വടക്ക്. എന്നാലും അറിയണമല്ലോ. വടക്ക് എവിടാ? ആ സ്ഥലത്തിന് അങ്ങനെയൊരു പ്രത്യേക പേരില്ല. അത് കൊള്ളാം. നാടേതാണെന്ന് ചോദിച്ചാൽ ഇതാണോ പറയുക? എന്നാൽ ഞാൻ ചില നാടുകളുടെ പേര് അങ്ങോട്ട് പറയാം. അതിലേതാണെന്ന് പറയൂ. പാലക്കാട്. അതെ, അവിടെ തന്നെയാ. അവിടെ എവിടെയാ? എനിക്കതൊന്നും അറിയില്ല. മുത്തശ്ശിയാ വളർത്തിയത്. പഠിക്കാൻ പോയിട്ടുമില്ല. അപ്പോ കുട്ടി സ്തോത്രം ചൊല്ലിയതോ? സരസ്വതി അന്തർജനം ചോദിച്ചു. മുത്തശ്ശിയെ ചിലർ സ്തോത്രം ചൊല്ലി കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ അത് കേട്ടു പഠിച്ചു. ഇല്ലത്ത് പുറത്തേക്ക് പോയിട്ടേയില്ല. ഇത് ആദ്യമായിട്ടാ. വിഷ്ണുവിനെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? കഥകളി കാണാൻ വന്നപ്പോൾ കണ്ടതാ. അപ്പോഴൊക്കെ പുറത്തു പോകുമോ? പടിപ്പുര വാതുക്കൽ നിന്നാൽ കാണാം. എങ്കിലും ഇല്ലത്തിന്റെ പേര് അറിയാമല്ലോ. ചെറിയ ഒരു ഇല്ലമ്മ, ചെറിയ മനയെന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ നമ്പൂരിക്കുട്ടി തന്നെയാ അല്ലേ? ദേവപ്രിയ തലയാട്ടി. ആണെന്നും അല്ലെന്നും ധ്വനിപ്പിക്കത്തക്ക വിധത്തിലായിരുന്നു അവളുടെ മുഖം ചലിച്ചത്. അവൾ അവിടെ ഇരുന്ന സമയമത്രയും ഭവാനിക്കുട്ടിയമ്മ അവളെ അംഗപ്രത്യംഗം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈവിരലുകൾ, കാൽവിരലുകൾ, കൈത്തണ്ടകൾ, കഴുത്ത്, മുഖം എന്നിവയൊക്കെ. ദേവപ്രിയയുടെ കൈവിരലുകൾ കണ്ടപ്പോൾ അവരുടെ നെറ്റി ചുളിഞ്ഞു. മനോഹരമായ നീണ്ട വിരലുകളാണ് അവൾക്കുള്ളത്. ദേവനർത്തകികളുടെ വിരൽ പോലെ അവ പുറകോട്ട് 1-2 തവണ വളയുന്നത് അവർ കണ്ടു. മുദ്രകൾ കാണിക്കാൻ പറ്റിയ രീതിയിലുള്ള വിരലുകളായിരുന്നു അവ. കൂടാതെ കൈവിരലുകളിൽ നഖം മുന്നോട്ട് വളർന്ന് ഭംഗിയായി വെട്ടി നിർത്തിയതുപോലെ കാണപ്പെട്ടു. സാധാരണ വീടുകളിൽ കഴിയുന്ന സ്ത്രീകൾക്ക് അങ്ങനെയുള്ള നഖം കാണാറില്ലാത്തതാണ്. ഒരു നർത്തകിക്കു മാത്രമേ ഇത്തരത്തിൽ കാണാനിടയുള്ളൂ. ഇനി ഇവൾ വല്ല നർത്തകിയോ മറ്റോ ആണോ? കഥകളി പ്രിയനായ വിഷ്ണുദേവൻ ഏതോ മോഹിനിയാട്ടക്കാരിയെ പിടിച്ചുകൊണ്ടു വന്നതാണോ? ഈ സമയം വിഷ്ണുദേവൻ അങ്ങോട്ടു കടന്നു വന്നു. ദേവപ്രിയ എണീറ്റു. ഇവിടെ വന്ന് ഇരിക്കുകയാണോ? അപ്പുറത്ത് വൃത്തിയാക്കാൻ എന്തുമാത്രം കാര്യങ്ങൾ കിടക്കുന്നു. ആ ബാല്യക്കാരിയെ കൊണ്ട് അതെല്ലാം ചെയ്യിക്ക്. വിഷ്ണുദേവൻ അവളെ നോക്കി പറഞ്ഞു. തനിക്ക് ലഭിച്ച അവസരം പാഴാക്കാതെ അവൾ അവിടെ നിന്നും പെട്ടെന്ന് പോയി. വിഷ്ണു, അവിടെ ഇരിക്കൂ. ഒരിക്കൽ മാത്രമല്ലേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൂ, അമ്മായി പറഞ്ഞു. അയാൾ ഇരുന്നു. ഇത്രയൊക്കെ ആണേലും പെൺകുട്ടി മിടുക്കിയ. പിന്നെ കുലവും ഗോത്രവും ഏതാണോ ആവോ, അവർ പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം അമ്മായി. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ കൂട്ടിക്കൊണ്ടു പോന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം. ആ കുട്ടി വന്നതിന് ശേഷം ഇവിടെ കയറ്റമേ ഉണ്ടായിട്ടുള്ളൂ. അമ്മയ്ക്കറിയാലോ. അയാൾ അമ്മയെ നോക്കി. അതിന് അവൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഐശ്വര്യം തുടങ്ങിയല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അഹിതമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവൾ ഇവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറാം. ഞാൻ പണ്ടും ഒന്നുമില്ലാത്തവനായിരുന്നല്ലോ. വിഷ്ണു എന്താ അങ്ങനെ പറയണത്? അമ്മ ചോദിച്ചു. അല്ല, ഉണ്ടായപ്പോൾ എല്ലാവരുമുണ്ട്, ഇല്ലാതിരുന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സ്വത്തുക്കളെല്ലാം വന്നു കൂടിയപ്പോൾ അതേക്കുറിച്ചൊന്നും ആർക്കും മിണ്ടാട്ടമില്ല. ആ പെണ്ണിനെയാ കണ്ടത് പറയാൻ. വിഷ്ണുദേവൻ ചൊടിച്ചു. അയാളുടെ ശബ്ദം അല്പം ഉച്ചത്തിലായി. ഒരു കാര്യം ഞാൻ പറയാം, ഭവാനിക്കുട്ടി അന്തർജനം തുടർന്നു. സ്വത്തും പണവും ഉണ്ടായേലും ഇല്ലേലും
ബ്രാഹ്മണര് തന്നെയാ. ബ്രാഹ്മണരുടെ ഇല്ലത്തിൽ അവരല്ലാതെ മറ്റുള്ളവർ അന്തി ഉറങ്ങുന്നത് ശരിയല്ല. എങ്കിൽ ഞാനൊന്ന് പറയാം. അവൾ അതൊക്കെ തന്നെയാ. വിഷ്ണുദേവൻ ഉരപ്പുരയിൽ നിന്ന് പിൻവാങ്ങി. കേട്ടോ സരസ്വതിക്കുട്ടി, ഇതിലെന്തോ സംഗതിയുണ്ട്. അല്ലെങ്കിൽ ഇവൻ എത്ര ചൊടിക്കില്ല. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇന്ദു അങ്ങോട്ട് പൊയ്ക്കൊള്ളൂ. അവിടെ നിന്നും ഇന്ദുവിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അവൾ ഒന്നും പറയാതെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഞാനൊരു കാര്യം പറയാം, വളരെ രഹസ്യമായിരിക്കണം. ഭവാനിക്കുട്ടി എണീറ്റ് ചുറ്റുപാടുകൾ ശ്രദ്ധിച്ച ശേഷം മടങ്ങി വന്നു. അവനും അവളും തെക്കേപ്പുറത്ത് നിൽക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യം പരമരഹസ്യമായിരിക്കണം. ആ പെണ്ണിനെ പകൽ കാണുന്നത് പോലെയാണോ രാത്രിയിലും കാണുന്നത് എന്ന് നോക്കണം. അത് കേട്ടപ്പോൾ സരസ്വതി അന്തർജനത്തിന്റെ ശരീരം മുഴുവൻ ഒരു പെരുപ്പ് കയറുന്നത് പോലെയായി. എന്താ അങ്ങനെ പറഞ്ഞത്? അവർ പരിഭ്രമത്തോടെ ചോദിച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ തുളസിത്തറയിൽ ദേവപ്രിയ വിളക്ക് വെക്കുമ്പോഴുണ്ടായ അനുഭവം തെളിഞ്ഞു വന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ വെച്ചിരുന്നാൽ മതി. ശേ വല്ല അയ്യോ, അതെനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അവർ ചങ്കത്ത് കൈവച്ചു. പണ്ടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണയായിരുന്നു. ഇപ്പോഴും ഉണ്ടായിക്കൂടുന്നില്ല. എനിക്ക് ഭയമാകുന്നു. എന്തെങ്കിലും സംഭവിക്കുമോ ആവോ? ഏതിനും സരസ്വതിക്കുട്ടി ഇത് മനസ്സിൽ വെക്ക്. ആരോടും പറയാതെ. നമുക്ക് മനസ്സിലായി എന്നത് നമ്മളെക്കാൾ പെട്ടെന്ന് അവൾക്കറിയാം. ചിലപ്പോൾ തിരിച്ചു പെരുമാറിയേക്കാം. അയ്യോ, അത് വേണ്ട. ഞാനങ്ങ് മറന്നേക്കാം എല്ലാം. കുഴപ്പം വന്നാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെയാ. നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കാം. ഇന്ന് തന്നെ ഞാൻ മടങ്ങുകയാ. ഇന്ദു, എവിടെ ഇന്ദു? ഉറക്കെ വിളിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. സംശയങ്ങൾ ബലപ്പെടുകയും സംസാരം പ്രതീക്ഷിക്കാത്ത നിലയ്ക്ക് മുന്നോട്ട് നീങ്ങുകയും ചെയ്തപ്പോൾ ഭവാനിക്കുട്ടി അന്തർജനത്തിനും ഉള്ളിൽ ഭീതിയായി. അതുകൊണ്ട് ഇരുട്ടുന്നതിനു മുമ്പ് മകളെയും കൂട്ടി അവിടെ നിന്നും മടങ്ങാൻ അവർ തീരുമാനിച്ചു. അവിടെ നിന്നാൽ ഇന്ദുവിന് എന്തെങ്കിലും അപകടം പിണഞ്ഞേക്കാമെന്നും അവർ ചിന്തിച്ചു. കാപ്പി കഴിക്കാൻ കൂടി അവർ നിന്നില്ല. ഉടൻ തന്നെ പുറപ്പെട്ടു. എന്തേ അമ്മായും മറ്റും ഇത്ര വേഗം യാത്രയായത്? വിഷ്ണുദേവൻ അമ്മയോട് ചോദിച്ചു. എന്തോ അവർക്ക് പോണമത്രേ. അവിടെയും എന്തെങ്കിലും ജോലി തിരക്കുകൾ കാണുമല്ലോ. സന്ധ്യയായപ്പോൾ ദേവപ്രിയയുടെ രൂപത്തിന് മാറ്റം വന്നു. പകൽ കണ്ടതിനേക്കാൾ അവൾക്ക് പ്രകാശമുണ്ടായി. അവളുടെ ശരീരത്തിന്റെ പ്രകാശം വസ്ത്രങ്ങളെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. അമ്മ കഞ്ഞി കുടിക്കാനിരുന്നപ്പോൾ അവൾ അടുത്തു ചെന്ന് ഇരുന്നു. വിളക്കിന്റെ തിരി അവൾ മനഃപൂർവ്വം കൂട്ടിയിരുന്നു. അതുകൊണ്ട് അടുക്കളയിൽ നല്ല പ്രകാശമായിരുന്നു. ആ പ്രകാശം മുഴുവൻ ദേവപ്രിയയിൽ പതിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വലിയ സംശയം തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ ഭവാനിക്കുട്ടി പറഞ്ഞ കാര്യം ദേവപ്രിയ അടുത്തിരുന്നപ്പോൾ അവരുടെ മനസ്സിൽ കാര്യമായി പൊന്തി വന്നിരുന്നില്ല. ഹേയ്, എന്താ ഇത്? അവൾ പറഞ്ഞ തരത്തിലൊന്ന് തനിക്ക് കഞ്ഞി വിളമ്പി തരികയൊക്കെ ചെയ്യുമോ? എത്ര വിവരത്തോടെയാണ് ഇവൾ സംസാരിക്കുന്നത്! എന്തൊരു വൃത്തിയാണ്! സ്തോത്രങ്ങളും കീർത്തനങ്ങളും കാണാപാഠമാണ്. ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി പോലും കാണില്ല. അല്ലെങ്കിൽ തന്നെ ഭവാനിക്കുട്ടി സൂചിപ്പിച്ച രീതിയിലുള്ളവർ ദേവീ സ്തോത്രങ്ങളും ഗീതങ്ങളും ചൊല്ലുകയോ? ഒരിക്കലും ഉണ്ടാവില്ല. കുട്ടി പൊയ്ക്കൊള്ളൂ, അവർ പറഞ്ഞു. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഒരു സംശയം. പാലപ്പൂവിന്റെ മണം അവരുടെ മൂക്കിൽ കയറിയോ? എവിടെയാണ് പാല പൂത്തിരിക്കുന്നത്? ഇല്ല, എങ്ങുമില്ല. അപ്പോൾ പിന്നെ ആ മണം എവിടെ നിന്നായിരിക്കും വന്നത്? കഞ്ഞി കുടി കഴിഞ്ഞ് അകത്തളത്തിൽ വന്നിരുന്നപ്പോൾ വിഷ്ണു തെക്കിനിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു. വിഷ്ണു, വിഷ്ണു, ഇവിടെ വന്നിട്ട് പൊയ്ക്കൊള്ളൂ, അവർ വിളിച്ചു. അവൻ ഓടി വന്നു. നമ്മുടെ തൊടിയിലെങ്ങാനും പാല് പൂത്തിട്ടുണ്ടോ? അവർ ചോദിച്ചു. ഉണ്ടല്ലോ, അങ്ങ് തൊടിയിൽ ഓടല് പടർന്നു കിടക്കുന്ന പാല പൂത്തെന്നാ തോന്നുന്നത്. അതായിരിക്കും ഒരു വാസന. അയാളുടെ മറുപടി കേട്ടപ്പോൾ അവർക്ക് സമാധാനമായി. ഒപ്പം മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് ചില സംശയങ്ങൾ പൊന്തി വരികയും ചെയ്തു. പായ വിരിച്ച് അവർ കിടന്നു. മനസ്സിൽ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ എന്ന മന്ത്രം ജപിച്ച് ഉറങ്ങുകയും ചെയ്തു. ഭവാനിക്കുട്ടി അന്തർജനം അവരുടെ ഇല്ലത്തെത്തിയ ഉടൻ തന്നെ ഒരു ചാക്കുകെട്ട് അഴിച്ചിടുന്നതുപോലെ കുരുക്ഷേത്രത്തുമനയിൽ കണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് മുന്നിൽ വിളമ്പി. ഓഹോ, അങ്ങനെയാണോ? എനിക്കും ചിലതൊക്കെ തോന്നിയിരുന്നു. ഇത്ര പെട്ടെന്ന് അവൾക്ക് ഈ ഐശ്വര്യമൊക്കെ എങ്ങനെയാ കിട്ടിയത്? ഒന്ന് മനസ്സിലാക്കുക തന്നെ, ഭർത്താവ് പറഞ്ഞു. എന്നാലും പെങ്ങളല്ലേ? ചൊടിക്കാൻ വേണ്ടി ഭവാനിക്കുട്ടി പറഞ്ഞു. എന്തോന്ന് പെങ്ങള്? വസ്തു തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവകാശം എനിക്കുമുണ്ട്. കഥകളിക്കാരന്റെ മകന് മാത്രമുള്ളതല്ല. എങ്കിലേ അങ്ങനങ്ങോട്ട് ചെന്നാലൊന്നും നേടുകയില്ല.
അവിടെ നിൽക്കുന്ന സാധനം മറ്റേതാ. അതിന് വിശ്വമംഗലത്തു വരെ ഒന്ന് പൊയ്ക്കോളാ. ജയന്തൻ തിരുമേനി എന്തെങ്കിലും ജപിച്ചു തരും, അതുകൂടി കയ്യിൽ കെട്ടിക്കോ. ശരി, അവിടെ പോയിട്ട് പോകാം. ഭവാനിക്കുട്ടി അന്തർജനത്തിന്റെ ഭർത്താവ് ഗോപാലൻ നമ്പൂതിരി സന്ധ്യയായപ്പോൾ വിശ്വമംഗലം തറവാട്ടിൽ എത്തിച്ചേർന്നു. അവിടെ അപ്പോൾ ഏതോ പൂജ നടക്കുകയായിരുന്നു. കോലായിൽ വന്നിരുന്ന നമ്പൂരിയുടെ അടുത്തേക്ക് ആദ്യം വന്നത് ബാല്യക്കാരനായിരുന്നു. എവിടെ നിന്നാണാവോ അയാൾ ചോദിച്ചു. കുറച്ച് തെക്കൂന്നാ, പെരുമൺമനയെന്നു പറയും. ഇവിടുത്തെ തിരുമേനി എന്തെടുക്കുകയാണ്? നോക്കിയിട്ടേതോ പൂജയ്ക്കുള്ള ചട്ടവട്ടങ്ങൾ കാണുന്നുണ്ട്. താമസം വരുമോ? താമസമുണ്ടാവും എന്ന് വെച്ചാൽ അരനാഴികയെങ്കിലും പിടിക്കും. അപ്പോ ഞാനിവിടെ ഇരിക്കാം അല്ലേ? വിരോധമില്ല, വന്ന സ്ഥിതിക്ക് കണ്ടു പോകുന്നതാ നല്ലത്, വാലിക്കാരൻ പറഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കടോ. അകത്തുനിന്നും ഒരു സ്ത്രീസ്വരം കേട്ടു. വിരോധമില്ല, തിരുമേനി മറുപടിയും കൊടുത്തു. അകത്ത് സംസാരിച്ചത് ദേവകി അന്തർജനമായിരുന്നു. ഒരിക്കലും പുറത്തേക്ക് വരികയോ പരപുരുഷന്മാരുമായി സംസാരിക്കുകയോ ചെയ്യാതെ കഴിഞ്ഞുകൂടിയിരുന്ന ദേവകി അന്തർജനം ചെന്നാങ്കേരി മനയ്ക്കൽ ദാനവേദൻ നമ്പൂതിരിപ്പാടിന്റെ വരവോടുകൂടി സ്വാതന്ത്ര്യം കൈവിരിച്ചിരുന്നു. അവർക്കിപ്പോൾ ആരോട് സംസാരിച്ചാലും ഒന്നും സംഭവിക്കാനില്ലെന്ന തോന്നൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരിക്കലും എതിർക്കാൻ പറ്റാത്ത വിധം സഹോദരനും ആയി കഴിഞ്ഞിരുന്നു. കാരണം ദാനവേദൻ ഉറങ്ങിയിരുന്ന ചാവടിയിലേക്ക് ജയന്തനാണല്ലോ അവരെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം കാട്ടാൻ തന്നെ അവർ തീരുമാനിച്ചിരുന്നു. നടന്ന് ക്ഷീണിച്ചു വന്ന ഗോപാലൻ നമ്പൂതിരിക്ക് ദേവകി അന്തർജനം മുഴുത്ത ഒരു ഓട്ടുഗ്ലാസിൽ തുളുമ്പെ കാച്ചി കുറുക്കിയ പാൽ കൊണ്ടുവന്നു കൊടുത്തു. കോലായിലേക്ക് തുറക്കുന്ന കിളിവാതിലിൽ കൂടി ദേവകി അന്തർജനം ഗോപാലൻ നമ്പൂതിരിയുടെ വടിവൊത്ത ശരീരം കണ്ടിരുന്നു. കുടുമയില്ലാതെ കോതി വെച്ച തലമുടി, അലക്കി ഇസ്തിരിയിട്ട ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഉടുത്തിരിക്കുന്നത് കസവു കരമുണ്ട്. കയ്യിൽ സ്വർണ്ണ ചെയിനുള്ള വാച്ച്, മോതിര വിരലിൽ വെള്ളക്കല്ലു വെച്ച മോതിരവും. മുറികയ്യൻ ഷർട്ടിന്റെ താഴെ ബലിഷ്ഠമായ കൈത്തണ്ടകൾ കാണാം. ഗോപാലൻ നമ്പൂതിരി ഒന്നേ നോക്കിയുള്ളൂ, ആകൃഷ്ടനായിപ്പോയി. തന്റെ ഭാര്യ ഭവാനിക്കുട്ടിയേക്കാൾ എന്തുകൊണ്ടും സുന്ദരിയാണിവൾ. ഇത്ര സ്വാതന്ത്ര്യമായി അവർ പുറത്തേക്ക് വന്നപ്പോൾ അതിശയിക്കാതെയും ഇരുന്നില്ല. എന്തേ, പാല് കൊള്ളാമോ? ഒരു നേരിയ പുഞ്ചിരിയും കണ്ണുകളിൽ ഒരു തിളക്കവും അവരുടെ മുഖത്തുണ്ടായി. അത് ഗോപാലൻ നമ്പൂതിരി കാണുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു, നമ്പൂതിരി പറഞ്ഞു. അർത്ഥം വെച്ചാണ് പറഞ്ഞതെന്ന് ദേവകി അന്തർജനത്തിന് മനസ്സിലായി. ജ്യേഷ്ഠനെ കണ്ടിട്ടല്ലേ പോവൂ? അവൾ ചോദിച്ചു. ഇനിയിപ്പോ അതേ പറ്റൂ, മറുപടിയും കൊടുത്തു. അർത്ഥം മനസ്സിലായി ദേവകി അന്തർജനം അകത്തേക്ക് പോയി. അപ്പുറത്ത് പൂജ കഴിഞ്ഞപ്പോൾ മണി 8:30 കഴിഞ്ഞു. ജയന്തനും ദാനവേദനും ഒപ്പമാണ് ചാവടിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. കോലായിൽ അപരിചിതനായ ഒരാളെ കണ്ടപ്പോൾ ജയന്തൻ ഒന്നുറച്ചു നിന്നു. ആരായിരിക്കുമോ? അടുത്തു ചെന്നപ്പോൾ അതിഥി എണീറ്റ് തൊഴുതു. ജയന്തനും പ്രതിവന്ദനം ചെയ്തു. വന്നിട്ട് നേരായോ? ജയന്തൻ തിരക്കി. ആയില്ല, ജലപാനം കഴിച്ചു. എന്താണാവോ വിശേഷിച്ച്? ഒക്കെ പറയാം. ഗോപാലൻ നമ്പൂതിരി ദാനവേദനെ നോക്കി. അപ്പോൾ തിരുമേനി കുളിച്ചു വരികയല്ലേ? ഡാ കൊച്ചുണ്ണിയെ, ഇദ്ദേഹത്തോടൊപ്പം കുളിക്കാൻ പൊയ്ക്കൊള്ളൂ. ജയന്തൻ വിളിച്ചു പറഞ്ഞപ്പോൾ ബാല്യക്കാരൻ എത്തി. ബാല്യക്കാരനും ദാനവേദൻ നമ്പൂതിരിയും പുഴയ്ക്കലേക്ക് പോയി. ഇനി നമുക്ക് സംസാരിക്കാം, ജയന്തൻ പറഞ്ഞു. ഞാൻ തെക്കൂന്ന പെരുമൺ ഇല്ലമെന്ന് പറയും. പേര് ഗോപാലൻ. എന്താ വിശേഷിച്ച്? ഇത്തിരി കാര്യഗൗരവമുള്ള സംഗതിയാ. എന്നുവെച്ചാൽ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല. കൂടുതൽ പറയാനുണ്ടായിരിക്കും അല്ലേ? ഉണ്ട്. നേരിട്ടറിവുള്ള കാര്യമാണോ അതോ പറഞ്ഞു കേട്ടതാണോ? പറഞ്ഞറിഞ്ഞതാ. എന്നാൽ കാര്യം ശരിയുമാ? എങ്കിലും പറഞ്ഞാട്ടെ. ജയന്തൻ കേൾക്കാനായി തയ്യാറായി നിന്നു. പറയാൻ വരുന്നത് സ്വന്തം ഇല്ലത്തിലെ കാര്യമാ. പറഞ്ഞു വന്നാൽ അത്ഭുതമാണ്. എന്നുവച്ചാൽ ഞാനിപ്പോൾ മാറിയ താമസം. വേളി കഴിച്ചിടത്ത് അന്നത്തെ നിലയ്ക്ക് കൂടുതൽ സ്വത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടു കൂടി. അടുത്ത കാലത്ത് പിറന്ന തറവാടിന് ഒരുപാട് മാറ്റം വന്നു. ഉള്ളത് പറയാമല്ലോ. നേരം നോക്കി കഞ്ഞി വെച്ചിരുന്ന വീടായിരുന്നു. ഇപ്പൊ കുറെ നാളായി വച്ചടി കയറ്റമാണ്. അത് നല്ലതല്ലേ? ജയന്തൻ ചോദിച്ചു. നല്ലതാ. അതേക്കുറിച്ച് പരാതിപ്പെടാനല്ല വന്നത്. പിന്നെയോ, എന്തോ കുഴപ്പം അവിടെയുണ്ട്. അതാണ് മനസ്സിലാകാത്തത്. കുഴപ്പമോ? നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ.
അനന്തരവൻ ഒരു കഥകളി ഭ്രാന്തനാണ്. ഒരു പണിക്കും പോവില്ല. പഠിപ്പും ഇഷി കുറവാ. പക്ഷെ കണ്ടാൽ മൊഞ്ചുള്ളവനാ. ആണുങ്ങൾ കണ്ടാലും നോക്കി നിന്ന് പോവും. ഈ അടുത്ത നാളിൽ അവനോടൊപ്പം ഒരു പെണ്ണുകൂടി. പെണ്ണിനെ ഞാൻ കണ്ടില്ല. അതിസുന്ദരിയാണെന്നാ പറയുന്നത്. ഈ കയറ്റത്തിന് അവൾക്കൊരു പങ്കുണ്ടോ ആവോ, അതാ സംശയം. ജയന്തൻ അല്പസമയം ആലോചനയിലാണ്ടു. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ആ പെണ്ണ് വല്ല ഇന്ദ്രജാലക്കാരിയോ അതുമല്ല വല്ല രക്ഷസോ മറ്റോ ആണോ എന്നറിയണം. അനന്തരവനെ രക്ഷിക്കുകയെന്നുള്ളത് എന്റെ ചുമതലയല്ലേ? ആട്ടെ, ഇനിയിപ്പോ ഒന്നും പറ്റില്ല. നാളെ ആവട്ടെ. ഇപ്പോൾ വന്നിരിക്കുന്നയാള് ഒരു കാര്യത്തിന് വന്നതാണ്. നിങ്ങൾ തമ്മിൽ ഒന്നും സംസാരിക്കേണ്ട. ഇവിടെ അങ്ങനെയൊരു ചിട്ടയുണ്ട്. ഇവിടെ വരുന്നവർ അവർ എന്തിനാണ് വന്നതെന്ന് പരസ്പരം സംസാരിക്കാറില്ല. ആയിക്കോട്ടെ, ഗോപാലൻ നമ്പൂതിരി സമ്മതിച്ചു. അന്ന് മൂന്നാളും കൂടി ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. വിളമ്പിയത് ദേവകി അന്തർജനം തന്നെയായിരുന്നു. അന്ന് അവർ ദാനവേദനെ ശ്രദ്ധിച്ചതേയില്ല. നോട്ടം മുഴുവൻ കളരി അഭ്യാസിയെപ്പോലുള്ള ഗോപാലൻ നമ്പൂതിരിയുടെ വിരിഞ്ഞ മാറിടത്തിലേക്കായിരുന്നു. ഊണ് കഴിഞ്ഞ് മൂവരും കോലായിൽ സംസാരിക്കാനിരുന്നു. ഇടയ്ക്ക് ജയന്തന്റെ മനസ്സിൽ കൂടി ഒരു കാര്യം കടന്നുപോയി. രണ്ടാളെയും ഒന്നിച്ച് ചാവടിയിൽ കിടക്കുന്നത് ശരിയല്ല. അങ്ങനെ ചിന്തിക്കാൻ പ്രത്യേക കാരണവുമുണ്ടായിരുന്നു. ചെന്നാങ്കേരി മനയ്ക്കൽ ദാനവേദൻ നമ്പൂതിരിപ്പാട് വന്നതോടുകൂടി ജയന്തന് അല്പം കോട്ടം തട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്നവർ ആരും തന്നെ ഒരു രാത്രിയിൽ കൂടുതൽ അവിടെ കഴിഞ്ഞു കൂട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആദ്യമായി ഒരാൾ കാര്യം സാധിക്കാതെ കുറെ ദിവസമായി ഇവിടെ തങ്ങുന്നു. സംഗതിയാണെങ്കിൽ വളരെ നിസ്സാരം. പക്ഷേ തനിക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെന്നുള്ള സത്യം ബാക്കി നിൽക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനായി തുടങ്ങിയതെല്ലാം പരാജയത്തിലാണ് കലാശിച്ചത്. ആൾനാശം വരെ സംഭവിച്ചിരിക്കുന്നു. പ്രശ്നപ്പലക പറന്നുപോയി. ആ വിവരമെങ്ങാനും ദാനവേദൻ പുതിയ ആളിനോട് പറഞ്ഞുപോയാൽ തന്റെ കീർത്തിക്ക് കളങ്കമാവും. സംസാരിക്കുന്നതിനിടയിൽ ജയന്തൻ അകത്തേക്ക് കയറിപ്പോയി. ദേവകി, അയാൾ വിളിച്ചു. വിളി കേട്ടില്ല. ഉരപ്പുരയിലിറങ്ങി കാതോർത്തപ്പോൾ കുളിപ്പുരയിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ദേവതി കുളിക്കുകയാണെന്ന് മനസ്സിലായി. എന്താ, കിടക്കാറായോ? പുറത്തേക്ക് വന്നപ്പോൾ ജയന്തൻ ചോദിച്ചു. ഇനിയിപ്പോ എന്തിനാ ഉണർന്നിരിക്കുന്നേ? ദാനവേദൻ തിരക്കി. എങ്കിൽ തിരുമേനി ഉറങ്ങിക്കോളൂ, ഞങ്ങൾ ഇത്തിരി സംസാരിക്കട്ടെ. എങ്കിൽ അങ്ങനെ. ഇദ്ദേഹത്തിന് പറയാനെന്തെങ്കിലും കാണുമായിരിക്കുമല്ലോ. ദാനവേദൻ എണീറ്റ് ചാവടിയിലേക്ക് പോയി. ഇനി എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, നാളത്തേക്ക് നീട്ടണ്ട, ജയന്തൻ പറഞ്ഞു. അവിടെ എന്റെ സഹോദരിക്ക് ഒരു മകനുണ്ട്. ഒരിക്കൽ ഏതോ ഒരു പെണ്ണിനെ അവൻ കൂട്ടിക്കൊണ്ടുവന്നു. വേളി കഴിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അത് പൊളിയാ, ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞു. ആ കുട്ടിക്കെന്താ ഇവിടെ പ്രാധാന്യം? ജയന്തൻ ചോദിച്ചു. അവിടെയാ ഇതിന്റെ ആണിക്കല്ല്. അവള് വന്നേ പിന്നെയാ അവിടെ ഐശ്വര്യം കൊണ്ടുപിടിച്ചത്. അതിലെന്താ കാര്യം? ചില കുട്ടികൾക്ക് അങ്ങനെ ചില ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാം. അതല്ല ഞാൻ പറഞ്ഞത്. ആ പെണ്ണ് ഒരു സാധാരണ പെണ്ണല്ല. പറഞ്ഞാൽ വിശ്വസിക്കുമോ ആവോ? കേട്ടിടത്തോളം അത് വേറെ എന്തോന്നോ ആ. എന്നുവെച്ചാൽ അവൾ ഒരു മനുഷ്യ സ്ത്രീ അല്ലാന്ന് സാരം. അത് കേട്ടപ്പോൾ ജയന്തൻ ചിന്തയിലാണ്ടു. തന്റെ ജീവിതകാലത്ത് അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ലായിരുന്നു. പണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചിരുന്നിരിക്കാം. അങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ഈ സ്ഥലം എവിടാ? അത് പറഞ്ഞില്ലല്ലോ. തെക്കാണ്. എങ്കിലും ദിക്കറിയാവുന്ന രീതിയിൽ പറയാൻ കഴിയുമോ? എല്ലാരും അറിയുന്ന ഒരു കാവുണ്ട്, ഓമല്ലൂർ കാവ്. അതിന് ലേശം അകലെയാ കുരുക്ഷേത്രത്തുമന, അതായത് എന്റെ തറവാട്. അതു കേട്ടപ്പോൾ ജയന്തന്റെ നെറ്റി മേൽപോട്ടുയർന്നു. അയാളുടെ കണ്ണുകൾ തെളിഞ്ഞു. അതിശയായിരിക്കണല്ലോ. ഇപ്പോ ചാവടിയിലേക്ക് പോയ നമ്പൂരിയെ നിങ്ങൾ അറിയില്ലേ? ചെന്നാങ്കേരി മനക്കിലെ ദാനവേദൻ നമ്പൂതിരിപ്പാട്, ഓമല്ലൂർ കാവിലെ ഊരായ്മ? ജയന്തൻ ചോദിച്ചു. ഗോപാലൻ നമ്പൂതിരിയുടെ മുഖത്ത് പെട്ടെന്ന് അത്ഭുതഭാവമുണ്ടായി. തറവാട്ടിൽ നിന്ന് പോയിട്ട് 20 വർഷമായി. അതിനുശേഷം അങ്ങോട്ട് പോയിട്ടേയില്ല. എങ്കിലും ചാവടിയിൽ ഉറങ്ങുന്ന ആ മനുഷ്യനെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു. മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അവിടെ വച്ച് തന്റെ കുടുംബക്കാര്യം എങ്ങനെയാ പറയുക എന്നു കരുതി കുടുംബ പരിചയം ഭാവിക്കാതിരുന്നു. ഇപ്പോ അറിഞ്ഞപ്പോൾ എല്ലാം വ്യക്തമായി. പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ രണ്ടാളും വന്നിരിക്കുന്നത് ഒരിടത്തൂന്നാ. വന്ന കാര്യവും ഒന്നു തന്നെയാണ്
എന്ന് ഞാൻ നിരീക്കുക? ഗോപാലൻ നമ്പൂതിരിയുടെ മുഖത്ത് ചോദ്യചിഹ്നം ഉരുവെടുത്തു. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്? അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഇതിലും അതിശയം തോന്നും. ഇതിപ്പോ ഒരു സംശയം, മറ്റേത് അങ്ങനെയല്ല. ഭഗവതിയുടെ കാവൽക്കാരിയുടെ കാൽത്തള കാണാനില്ലെന്ന് എന്നുവച്ചാൽ കൽപ്രതിമയുടെ കാൽത്തളയെ. താൻ അങ്ങോട്ട് ചോദിക്കുന്നത് ശരിയല്ലെന്ന് കരുതി ഗോപാലൻ നമ്പൂതിരി നിശബ്ദനായി. പക്ഷേ സംഗതി ഇത്തിരി കട്ടിയാ. ഞാൻ പിടിക്കും. ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് ഒന്നിച്ചു നോക്കാം. നിങ്ങൾ പോയി ഉറങ്ങിക്കോളിൻ. ദേവകി, ഇദ്ദേഹത്തിന് കിടക്ക വിരിച്ചുകൊട്, ജയന്തൻ വിളിച്ചു പറഞ്ഞു. ഗോപാലൻ നമ്പൂതിരി കിടക്കുമുറിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ദേവകി അന്തർജനം നിൽക്കുന്നത് കണ്ടു. കാണാൻ മാത്രവുമുണ്ട്. ആദ്യം കണ്ടപ്പോൾ തോന്നിയ അഭിപ്രായം വീണ്ടും മനസ്സിൽ ഉരുവിട്ടു. ഇതിനു മുമ്പെങ്ങും ഈ വഴിക്ക് വന്നിട്ടില്ല അല്ലേ? അന്തർജനം ചോദിച്ചു. ഇല്ല, ആദ്യമായിട്ടാ. അവളുടെ ശരീരത്തു നിന്നും കണ്ണെടുക്കാതെ അയാൾ പറഞ്ഞു. തിരുമേനിയുടെ സഹോദരിയുടെ പേരെന്താ? അയാൾ തിരക്കി. ദേവകിന്നാണ്. വേളി ആയിട്ടില്ലാന്ന് തോന്നുന്നു, ശരിയല്ലേ? അതെ അതെ, കഴിഞ്ഞില്ല. ഇനിയൊട്ട് കഴിയുകയുമില്ല. അവരെ ആദ്യം കണ്ടപ്പോൾ തന്നെ അയാൾ വികാരവിവശനായിരുന്നു. ഇപ്പോൾ ഇത്ര സൗകര്യത്തിൽ അടുത്തു കിട്ടിയപ്പോൾ പറയാനും വയ്യ. എന്തേ നിൽക്കുന്നത്? ഇരിക്കണില്ലേ? അയാൾ അത് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്ന് കേൾക്കാൻ കാത്തു നിന്നതുപോലെ അവൾ പെട്ടെന്ന് ഇരുന്നു. ഏത് സന്യാസിയുടെയും തപസ്സിളക്കുന്ന മാദകമേനിയുടെ ഉടമയായ ദേവകി അന്തർജനം കട്ടിലിൽ നിറഞ്ഞിരുന്നു. ഇങ്ങനെയൊരാൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. നേരിയ മന്ദസ്മിതത്തോടെ നമ്പൂതിരി പറഞ്ഞു. ഇങ്ങനെ ഒരാൾ ഇവിടെ വരുമെന്ന് ഞാനും കരുതിയില്ലല്ലോ. ഒരു തരത്തിൽ എല്ലാം ഭാഗ്യമാ. ഗോപാലൻ നമ്പൂതിരി ഏകപത്നി വ്രതക്കാരനൊന്നുമല്ലായിരുന്നു. കുരുക്ഷേത്രത്തു മനയിൽ പണ്ടുണ്ടായിരുന്ന കാരണവന്മാരെ പോലെ തന്നെ അദ്ദേഹവും സുഖലോലുപനായിരുന്നു. പല വീടുകളിലും നേരിയ തോതിൽ അയാൾക്ക് സംബന്ധമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. ഭാര്യ പ്രായമായതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും പല സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ഒരു ബ്രാഹ്മണ ഗ്രഹത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരടുപ്പം തരപ്പെടുന്നത്. ദേവകി അന്തർജനത്തിന്റെ മാംസളമായ ശരീരവും കൊഴുത്ത മാറിടവും അയാളെ കോരിത്തെരിപ്പിച്ചു. വിളക്ക് അണയ്ക്കട്ടെ? അവൾ ചോദിച്ചു. വിളക്ക് അണയ്ക്കുന്നത് സൗന്ദര്യമില്ലാത്തവർക്ക് വേണ്ടിയാണ്. ദേവകിയെപ്പോലെ എല്ലാം തികഞ്ഞ ഒരു സ്ത്രീക്ക് ഇരുൾ കഴിയേണ്ട ആവശ്യമില്ലല്ലോ. അതു കേട്ടപ്പോൾ ദേവകിയുടെ മനസ്സ് കുളിരണിഞ്ഞു. ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഒരു പുരുഷന്റെ പുകഴ്ത്തൽ അവർ കേട്ടിരുന്നില്ല. അതുകൊണ്ട് ഗോപാലൻ നമ്പൂതിരിയുടെ പ്രശംസ കുറിക്കുകൊണ്ടു. മനഃപൂർവ്വം മാറിടം ഒതുക്കിയപ്പോൾ മേൽമുണ്ടിന്റെ ഉടുക്കഴിഞ്ഞ് പിന്നിലേക്ക് വഴുതി ഊർന്നുപോയി. സ്വപ്നങ്ങൾ കൂടുകൂട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. എവിടെയോ വായിച്ച ഒരു കവിതാശലകം നമ്പൂതിരിയുടെ ഓർമ്മയിൽ വന്നു. ഒരു പരിചയ സമ്പന്നയെപ്പോലെയാണ് ദേവകി അന്തർജനം ഗോപാലൻ നമ്പൂതിരിയോട് ഇടപെട്ടത്. പുലർച്ചെ കോഴി കൂവിയപ്പോൾ ദേവകി അന്തർജനം ചോദിച്ചു, ഇനി എപ്പോഴാ പോവുക? അതു കേട്ട് അവരെ പുണർന്നുകൊണ്ട് അയാൾ പറഞ്ഞു, പോയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. കയ്യിൽ സൂക്ഷിച്ചിരുന്ന മടിശീലയെടുത്ത് അതിൽ നിന്ന് 2 100-ന്റെ നോട്ടുകൾ അയാൾ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അയ്യോ, എനിക്കെന്തിനാ ഇത്? അവർ ചോദിച്ചു. എന്റെ പേർക്ക് ഒരു മുണ്ടും നേരിതും ആയിക്കോട്ടെ, ബാല്യക്കാരിയെ വിട്ട് വാങ്ങാലോ. അതു കേട്ടപ്പോൾ അവൾ അയാളുടെ കാതിൽ മന്ത്രിച്ചു. പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടേ പോകാവൂ. തീർച്ചയായും. പക്ഷെ പകൽ എങ്ങനെയാണ് കാണുക? അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. രാവിലെ കാപ്പിയും ഇഡലിയും വിളമ്പുമ്പോൾ ദേവകി അന്തർജനത്തിന്റെ മുഖത്ത് യാതൊരു പരിചിത ഭാവവും ഉണ്ടായിരുന്നില്ല. ദാനവേദൻ നമ്പൂതിരിയും ഇടയ്ക്കിടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ശ്രദ്ധിച്ചതേയില്ല. രാവിലെ ജയന്തൻ പറഞ്ഞതുപോലെ പ്രശ്നം വച്ചു. വിഷ്ണുദേവന്റെ നാൾ പറഞ്ഞു. അതിൽ കൂടെയായിരുന്നു പ്രശ്നം മുന്നേറിയത്. കബഡി 3 തവണ നിരത്തി. എണ്ണം കൂട്ടി ഗണിച്ചു കിട്ടിയവ കൂട്ടി. അതിൽ നിന്നും അക്ഷരം കണ്ടുപിടിക്കാനായിരുന്നു ശ്രമം. അവസാനം നെറ്റി ചുളിപ്പിച്ചുകൊണ്ട് ജയന്തൻ ഒരു ശില പോലെയിരുന്നു. ഇതിൽ കാണുന്ന പ്രകാരം ഈ പറഞ്ഞയാൾക്ക് വേളിയായി വന്നിരിക്കുന്ന സ്ത്രീയുടെ നാള് കിട്ടുന്നില്ല. നാളില്ലാണ്ടിരിക്കോ? ഗോപാലൻ നമ്പൂതിരി ചോദിച്ചു. അതുതന്നെയാ ഞാനും നിരീക്കണേ. നാളില്ലാത്ത ആൾക്കാരുണ്ടാവുമോ? ഗോപാലൻ നമ്പൂതിരി ചോദിച്ചു.
ജയന്തൻ വീണ്ടും കബടി നിരത്തി. ആകെയൊരു മറവി ബാധിച്ചതുപോലെ അയാളിരുന്നു. എവിടെയോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ശരിക്ക് കണക്കുകൂട്ടി നിർണയിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊരു സംഭവം ഒരിക്കൽ പോലും കുറേ നാൾ മുമ്പ് വരെ വിശ്വമംഗലം തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. ഈ അടുത്തിടെയാണ് ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് മാന്ത്രിക കണ്ണാടിയിൽ കണ്ട രംഗം എങ്ങനെയോ ജയന്തന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അങ്ങേമയെ തൃപ്തിപ്പെടുത്താൻ ലക്ഷണമൊത്ത ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴാണത് കാണപ്പെട്ടത്. അക്കൂട്ടത്തിൽ ദേവാംഗനയെപ്പോലൊരു പെണ്ണിനെ കണ്ടിരുന്നല്ലോ. അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരം കോരിത്തരിച്ചു പോകുന്നു. അവൾ എന്താണ്? യക്ഷിയോ ദേവതയോ? നിങ്ങളുടെ അനന്തരവൻ കാഴ്ചയിൽ എങ്ങനെയാ? ജയന്തൻ ചോദിച്ചു. ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന ഒരു രൂപമാണ് അവനുള്ളത്. അയാളുടെ ഭാര്യയായ സ്ത്രീയോ? ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയാണെന്നാണ് പറയുന്നത്. ഏതിനും ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് ഒരു ചരട് ജപിച്ചു തരാം. അതുമായി അവിടെ എത്തുമ്പോൾ ആരും കാണാതെ അനന്തരവനും ഭാര്യയും ഉറങ്ങുന്ന കട്ടിലിലെ മെത്തയ്ക്കടിയിൽ തലയ്ക്കലായി വെക്കണം. അത്യന്തം ഉഗ്രവിഷമുള്ള ഒരു സർപ്പത്തെ ആവാഹിച്ച ഒരു ചരടാണ് ഞാൻ തരാൻ പോകുന്നത്. സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. ഇന്നു തന്നെ യാത്ര തിരിക്കണമോ? വേണം. ഇന്ന് അന്തിയുറങ്ങുന്നത് അവിടെയായിരിക്കണം. ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറയാൻ ദയയുണ്ടാകുമോ? പറയാം. അനന്തരവനും വേളിയും നിദ്രയ്ക്ക് പ്രവേശിക്കുമ്പോൾ ഈ ചരട് സർപ്പമായി മാറും. എന്നിട്ട് അവളൊരു മനുഷ്യ സ്ത്രീയാണെങ്കിൽ സർപ്പദംശനം ഏറ്റതു തന്നെ. മറ്റൊന്നാവാൻ വഴിയുമില്ലല്ലോ. അങ്ങനെ ഒരു സംശയത്തെക്കുറിച്ചാണ് എന്റെ വേളി വന്നു പറഞ്ഞത്. എന്തു സംശയം? അവൾ ഒരു മനുഷ്യ സ്ത്രീ അല്ലെന്നാണ്. ഹേയ്, അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ഇനി അങ്ങനെ ആയാൽ തന്നെ ഈ നാഗം അവളെ വെറുതെ വിടില്ല. അതിനും കൂടി ഞാൻ കാണുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് ജയന്തൻ പഴയ തറവാട്ടിലേക്ക് പോയി. പഴയ തറവാടിന്റെ തെക്ക് സർപ്പക്കാവിൽ ജയന്തൻ കയറി. അവിടെ കുടിയിരിക്കുന്ന നാഗത്താന്മാരിൽ പ്രധാനിയായ ഒന്നിനെ മന്ത്രച്ചരടിൽ ആവാഹിച്ചു. അതിനുശേഷം ചരട് ഓടലിന്റെ ഇലയിൽ ഭദ്രമായി പൊതിഞ്ഞ് ഒരു ചെപ്പിനുള്ളിലാക്കി തിരികെ വന്നു. ഇതിനുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ട്. കൈകൊണ്ട് തൊടരുത്. തൊടാതെ തന്നെ ചെപ്പ് കിടക്കയ്ക്കടിയിൽ നിക്ഷേപിക്കണം. ഗോപാലൻ നമ്പൂതിരി 2 കൈയും നീട്ടി അത് വാങ്ങിയ ശേഷം മടിശീലയിൽ നിന്ന് ഒരു 100 രൂപ നോട്ട് വെറ്റിലയിൽ മടക്കി ജയന്തന്റെ മുന്നിൽ വെച്ചു. ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങുവരെ ചെല്ലേണ്ടതാണല്ലോ. അതു പറഞ്ഞ് ജയന്തൻ പുറത്തേക്കു പോയി. ദാനവേദൻ അപ്പോൾ അവിടെയില്ലായിരുന്നു. അയാൾ കുളിക്കാൻ പോയിരുന്നു. ജയന്തൻ പോയി കഴിഞ്ഞപ്പോൾ ദേവകി അന്തർജനം പുറത്തേക്ക് വന്നു. ഊണ് കാലായിട്ടുണ്ട്, വേണമെങ്കിൽ കഴിക്കാം, അവർ പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ. ഭക്ഷണം വിളമ്പി. ഊണ് കഴിഞ്ഞപ്പോൾ ദേവകി അന്തർജനം പറഞ്ഞു, ജ്യേഷ്ഠൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇനി അത് പരീക്ഷിക്കുന്നതുവരെ അശുദ്ധമാവണ്ട. അത് ശരിയാണെന്ന് ഗോപാലൻ നമ്പൂതിരിക്കും തോന്നി. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ അവിടെ പോയി എല്ലാം കണ്ടറിഞ്ഞ ശേഷം ഇങ്ങെത്തും. നടന്ന കാര്യം പറയുകയും വേണമല്ലോ. ശരി, അങ്ങനെ തന്നെ. ഈ അവസരത്തിൽ മാളികയിൽ മാധവൻകുട്ടി മേനോന്റെ തറവാട്ടിൽ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് ദൈവപ്രശ്നം വയ്ക്കുകയായിരുന്നു. പരികർമ്മികളായിട്ട് വേറെ 2-3 പേരുണ്ട്. ഓമല്ലൂർ കാവിന്റെ പരിസരത്ത് വെച്ച് നടത്താതിരുന്നത് ആൾക്കൂട്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. തന്നെയുമല്ല, ഭഗവതി അവിടെ ഇല്ലെന്നുള്ളത് ജനം അറിയരുതെന്ന് മാധവൻകുട്ടി മേനോന് നിർബന്ധമുണ്ടായിരുന്നു. കാര്യസ്ഥൻ രാമൻ നായർ മനക്കലെത്തിയപ്പോൾ ഇങ്ങനൊരു സംരംഭം മാളികയിൽ തറവാട്ടിൽ നടക്കുന്നുവെന്നത് അറിയിച്ചു. അതു കേട്ടപ്പോൾ വിഷ്ണുദേവന് പരിഭ്രമമായി. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് മന്ത്രതന്ത്ര വിദ്യകളിൽ ബഹുകേമനാണെന്ന് വിഷ്ണുവും കേട്ടിരുന്നു. പ്രശ്നം വെച്ച് അവസാനം അത് കുരുക്ഷേത്രത്തുമനയിൽ വന്ന് നിൽക്കുമെന്നായിരുന്നു അയാളുടെ പേടി. കേട്ടോ രാമൻ നായരെ, ഇങ്ങ് അടുത്തുവാടോ, വിഷ്ണുദേവൻ വിളിച്ചു. ഇപ്പോൾ വിഷ്ണുദേവൻ പഴയ ആളൊന്നുമല്ല. സംസാരത്തിലും സ്വരത്തിലും അധികാരഭാവമുണ്ട്. കഥകളി പഠിച്ചും കണ്ടും നടന്നിരുന്ന ഒരു സാധാരണ നമ്പൂതിരി യുവാവല്ല ഇപ്പോൾ. മുഖത്ത് പ്രത്യേക തേജസ്സും ഗൗരവവുമുണ്ട്. മാത്രമോ, ചുറ്റുവട്ടങ്ങളിലുള്ള മറ്റെല്ലാവരെക്കാളും പ്രമുഖനായ ജന്മിയും അയാൾ തന്നെ. കുരുക്ഷേത്രത്തുമനയുടെ പഴയ പ്രതാപം വീണ്ടെടുത്തിരിക്കുന്നു. കുടികിടപ്പുകാരും അടിയാന്മാരും ഇഷ്ടം പോലെ.
പക്ഷെ അവരിപ്പോൾ അടിമകളല്ല. പേരിനു മാത്രമേ അടിയാനും കുടിയാനുമുള്ളൂ. അവരെല്ലാവരും സ്വതന്ത്രരാണ്. അവർ താമസിക്കുന്ന വീടും പരിസരവും സ്വന്തമായി കൃഷി ചെയ്യാൻ സ്ഥലവും വിഷ്ണുദേവൻ അവർക്ക് നൽകിയിരുന്നു. അങ്ങനെ വന്നപ്പോൾ അയാൾക്കു വേണ്ടി ജീവൻ വെടിയാൻ പോലും അവർ തയ്യാറാണ്. എന്താ തിരുമേനി? കാര്യസ്ഥൻ രാമൻ നായർ അന്വേഷിച്ചു. താൻ ചെന്ന് മാളികയിൽ മാധവൻകുട്ടി മേനോനോട് പറ, ദേവപ്രശ്നം കാണാൻ ഞാൻ വരുന്നുണ്ടെന്ന് വിഷ്ണുദേവൻ പറഞ്ഞു. അത് കേട്ട് അത്ഭുതത്തോടെ രാമൻ നായർ അങ്ങോട്ട് ചോദിച്ചു, അയ്യോ, തിരുമേനി അങ്ങോട്ട് പോകുകയോ? വേണമെങ്കിൽ ദേവപ്രശ്നം ഇങ്ങോട്ട് മാറ്റാമല്ലോ. വേണ്ട വേണ്ട, നടക്കുന്നിടത്ത് നടക്കട്ടെ. ഞാൻ വരുന്നെന്ന് പോയി പറഞ്ഞേക്കൂ. ശരി, പറയാമേ. രാമൻ നായർ ഉടൻ തന്നെ മാളികയിൽ തറവാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാമൻ നായർ താൻ വന്ന കാര്യം മേനോനെ ധരിപ്പിച്ചു. എന്ത്, തമ്പുരാൻ ഇങ്ങോട്ട് എഴുന്നള്ളുകയോ? ഈ തറവാടിന്റെ സുഹൃതം തന്നെ. പിന്നെ ഒരു കാര്യം അറിഞ്ഞു വരാൻ പറഞ്ഞയച്ചു. എന്താണാവോ? ഏതറ്റമായി എന്ന്. ദേവി എങ്ങും പോയിട്ടില്ല. ഏതാണ്ടൊക്കെ തെളിഞ്ഞു വരുന്നു. ഈ വിവരം ഉടൻ തന്നെ രാമൻ നായർ വിഷ്ണുദേവനെ ധരിപ്പിച്ചു. എങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. രാമൻ നായരോട് പറഞ്ഞ ശേഷം വിഷ്ണുദേവൻ അകത്തേക്കു കയറി. കസവു നേരിയത് പുതച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ ദേവപ്രിയ മുന്നിൽ നിൽക്കുന്നു. ഞാനെല്ലാം കേട്ടു. ദാ ഇത് കയ്യിൽ വെച്ചോളൂ, അവൾ പറഞ്ഞു. വിഷ്ണുദേവൻ ദേവപ്രിയ നൽകിയ മോതിരം കൈവിരലിൽ ഇട്ടു. വെള്ളക്കല്ല് പതിപ്പിച്ച ആ മോതിരം വളരെ പഴയ കാലത്തെ പണിയായിരുന്നു. ഒരു വ്യാളിയുടെ വായിൽ കല്ലിരിക്കുന്ന രീതിയിലാണ് അത് തീർത്തിരിക്കുന്നത്. എന്താണിത്? അയാൾ ചോദിച്ചു. അതൊക്കെ അങ്ങു ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി. ഗുണത്തിനാണ്. പിന്നെ ഒരു കാര്യം, ഈ മോതിരം ആരും അത്ര കാര്യമായി ശ്രദ്ധിക്കാൻ ഇട നൽകരുത്, അവൾ ഓർമ്മിപ്പിച്ചു. അതിന്റെ കാരണം വിഷ്ണുദേവൻ ചോദിച്ചില്ല. അയാൾ കാര്യസ്ഥൻ രാമൻ നായരോടൊപ്പം പടിയിറങ്ങുകയും ചെയ്തു. മാളികയിൽ തറവാട്ടിലെത്തിയപ്പോൾ മാധവൻ കുട്ടിമേനോൻ ഓടി ഇറങ്ങി വന്ന് വിഷ്ണുവിനെ സ്വീകരിച്ചു. ഇപ്പോൾ വിഷ്ണുദേവൻ സാധാരണക്കാരനല്ല. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ജന്മിയാണ്. ഭൂസ്വത്ത് ഉടമയാണ്. പണക്കാരനാണ്. മാത്രമല്ല എല്ലാവർക്കും ആരാധ്യനുമാണ്. തിരുമേനി ഇങ്ങോട്ടെത്തുമെന്ന് ഞാൻ ഒരിക്കലും നിരീക്ഷിച്ചില്ല, മേനോൻ സന്തോഷത്തോടെ പറഞ്ഞു. തന്റെ മുന്നിൽ കാണുന്ന വിഷ്ണുദേവൻ നമ്പൂതിരി പണ്ട് കണ്ടിട്ടുള്ള ആളല്ല. വളരെയധികം മാറിയിരിക്കുന്നു. അന്നൊക്കെ ഉത്സവകാലങ്ങളിൽ കഥകളി കാണൽ തൊഴിലാക്കിയ ഒരു തൊഴിലില്ലാത്ത നമ്പൂതിരി ചെക്കൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊരാൾ ഇപ്പോൾ ആ ഗ്രാമത്തിലില്ല. അവയ്ക്കു പകരം ആ സ്ഥാനത്ത് മറ്റൊരാൾ നിൽക്കുന്നു. അതിനെന്താ? വരേണ്ടിടത്ത് വരാതിരിക്കാൻ പറ്റുമോ? വിഷ്ണുദേവൻ തനിക്കു വേണ്ടി നീക്കിവെച്ചിരുന്ന ഇരിപ്പിടത്തിലിരുന്നു. വളരെ ബഹുമാന പുരസ്കരം ഒരു കസേരയിൽ വെള്ള തുണി വിരിച്ച് വിഷ്ണുവിന് പീഠം ഒരുക്കിയിരുന്നു. ഇതാരാണാവോ? അല്പം കഴിഞ്ഞ് അവിടേക്ക് വന്ന സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് വിഷ്ണുവിനെ കണ്ടു ചോദിച്ചു. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ വിഷ്ണു എണീറ്റ് നമസ്കരിച്ചു. ഗുരുക്ഷേത്രത്തുമനയിലെ കൊച്ചു തിരുമേനി, മാധവൻ കുട്ടിമേനോൻ പരിചയപ്പെടുത്തി. പേര്? സൂര്യമിത്രൻ ആരാഞ്ഞു. വിഷ്ണുദേവൻ. മറുപടി കൊച്ചു തിരുമേനി നൽകി. മനയെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, സൂര്യമിത്രൻ പറഞ്ഞു. ദേവപ്രശ്നം കാണാൻ എത്തിയതായിരിക്കും ഇല്ലേ? സൂര്യമിത്രൻ ചോദിച്ചു. അതെ, മനസ്സിലാക്കി കളയാം, വിഷ്ണു ചിരിച്ചു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിനെ ദേവപ്രശ്നത്തിൽ സഹായിക്കാനായി മറ്റൊരു നമ്പൂതിരി കൂടി ഉണ്ടായിരുന്നു. പേര് നാരായണൻ. ചെറുപ്പമാണ്. വിഷ്ണുദേവന്റെ പ്രായം വരും. എങ്കിൽ ആരംഭിക്കാം അല്ലേ? സൂര്യമിത്രൻ പറഞ്ഞു. പ്രശ്നം ആരംഭിച്ചു. ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. മിനിറ്റുകൾ കടന്നുപോയി. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിന്റെ നെറ്റിയിൽ ചുളിവുകൾ. കണ്ണുകൾ വലിയുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ വിയർപ്പു കണങ്ങൾ പൊടിഞ്ഞു. ദേവി സ്ഥലത്തു തന്നെയുണ്ട്, തർക്കമില്ല, അദ്ദേഹം പറഞ്ഞു. എവിടെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയുമോ? കേട്ടുകൊണ്ടിരുന്ന മാധവൻകുട്ടി മേനോൻ ചോദിച്ചു. അതുതന്നെയാണ് ഞാനും സംശയിക്കുക. എന്താന്ന് വെച്ചാൽ അവിടെ തന്നെയുണ്ട്. എന്നുവെച്ചാൽ ശ്രീകോവിലിൽ കാണുന്നില്ല, പരിസരത്ത് ഉണ്ട് താനും. ദേവി ശ്രീകോവിലല്ലേ ഇരിക്കുക? അതുവരെ കേട്ടുകൊണ്ടിരുന്ന ഗോവിന്ദനാശാൻ ചോദിച്ചു. മന്ത്രതന്ത്രങ്ങളിൽ പ്രാവീണ്യമുള്ള ആളാണ് ഗോവിന്ദനാശാൻ. ബ്രാഹ്മണനല്ലെന്നേയുള്ളൂ. പക്ഷേ വേദങ്ങളും പുരാണങ്ങളും വളരെ നിശ്ചയമാണ്. നമ്പൂതിരി അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾക്ക് ആരും വിളിക്കില്ലെന്നേയുള്ളൂ.
പക്ഷെ ഗോവിന്ദനാശാന് അറിയാത്തതായി ഒന്നുമില്ല. എന്താ പേര്? സൂര്യമിത്രൻ ചോദിച്ചു. ഗോവിന്ദൻ. അന്ന് ക്ഷേത്രത്തിൽ കണ്ടതായി ഓർക്കുന്നു, ശരിയല്ലേ? ഞാനുണ്ടായിരുന്നു. കേട്ടോ ഗോവിന്ദ, ആകെ ഒരു കുഴപ്പമായിട്ടാ കാണുന്നത്. സാമാന്യ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ തന്നെ തെളിഞ്ഞു വരും. ഇവിടെ വന്നതു മുതൽ പല ലക്ഷണങ്ങൾ വെച്ചു നോക്കുമ്പോൾ ശക്തി അവിടെ ഉള്ളതായിട്ടാ കാണുന്നത്. പക്ഷേങ്കില് തൊട്ടടുത്ത് ചെല്ലുമ്പോൾ പിടികിട്ടാതെ വരുന്നത് പോലെ. അടിയന്റെ മനസ്സിൽ തോന്നുന്നത് പറയട്ടെ? ഗോവിന്ദനാശാൻ ചോദിച്ചു. പറഞ്ഞോളൂ. തോൽക്കുക ജയിക്കുക എന്നൊന്നുമില്ലല്ലോ. അവിടുത്തെ ലക്ഷണം വെച്ച് അടിയനും ശ്രമിച്ചു നോക്കി. എന്താ കണ്ടത്? ഈ സമയം വിഷ്ണുദേവൻ അറിയാതെ മറച്ചു പിടിച്ചിരുന്ന മോതിരത്തിൽ നിന്നും ഇടതുകൈ മാറിപ്പോയി. അതിന്റെ പ്രകാശം ഗോവിന്ദനാശാന്റെ മാറിൽ പതിഞ്ഞ് മാറുകയും ചെയ്തു. ഹേയ്, മനസ്സിൽ തെളിഞ്ഞു വന്നതാണ്. ഇപ്പോൾ എന്തോ മാഞ്ഞു പോയതുപോലെ തോന്നുന്നു, ഗോവിന്ദനാശാൻ പറഞ്ഞു. അതിനുശേഷം അയാൾ ഓമല്ലൂർ കാവിന്റെ ശ്രീകോവിൽ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഒരു മൂടൽ മഞ്ഞിനുള്ളിൽ അത് മറഞ്ഞിരിക്കുന്നതായി കണ്ടു. മാന്ത്രികരിൽ അഗ്രഗണ്യനായ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് തന്റെ കുലപതിയായ സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ചു. എന്റെ പരദേവതേ, ഇവിടെ ഞാൻ തോറ്റുപോയാൽ എന്റെ ശിരസ് ഞാൻ ഹോമാഗ്നിയിൽ ഹോമിക്കും. ഇതെന്താന്ന് പറയാൻ കഴിയാതെ ഞാൻ എങ്ങനെ മടങ്ങിച്ചെല്ലും? അദ്ദേഹം ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. മിഴികളടച്ച് അദ്ദേഹം ആദിത്യനെ ധ്യാനിച്ചു. ചുവന്ന താമരപ്പൂവിൽ ഇരിക്കുന്നവനും ത്രിനയനനും വേദമായ ശരീരത്തോടു കൂടിയവനും മുകളിലെ 2 കൈകളിൽ താമരപ്പൂക്കളും ചുവട്ടിലെ ഇടത്തേതിൽ അഭയവും വലത്തേതിൽ വരദവും ധരിച്ച 4 കൈകളോട് കൂടിയവനും തളിരുപോലെ ചുവന്ന ദേഹപ്രഭയോടു കൂടിയവനും കേയൂരം, അംഗദം മാലകൾ, കാതുകളിൽ കുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങളെ അണിയുന്നവനും ലോകത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നവനും സകല ഗുണങ്ങളുടെയും ഇരിപ്പിടവുമായ ആദിത്യ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യമിത്രന്റെ കുലപതിയായ ആദിത്യ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ സമയം സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖത്ത് ഒരു പ്രത്യേക ശോഭ പടരുന്നത് അവിടെ കൂടിയിരുന്നവർ കാണുകയുണ്ടായി. സൂര്യഭഗവാനിൽ നിന്നും തിരുമേനിക്ക് അരുളപ്പാട് ഉണ്ടാവുകയും ചെയ്തു. അതൊരു തോന്നലായി അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്കുരിച്ചു. അത് ഇപ്രകാരമായിരുന്നു: നീ തേടുന്നയാൾ അവിടെ തന്നെയുണ്ട്, പക്ഷേ യഥാർത്ഥ സ്ഥാനത്തല്ലെന്നു മാത്രം. അങ്ങനെ നിൽക്കുവാൻ ഒരു കാരണവും ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. പെട്ടെന്ന് ആ രൂപം മറയുകയും ചെയ്തു. ധ്യാനത്തിൽ നിന്നുണർന്ന് സൂര്യമിത്രൻ പറഞ്ഞു, സാക്ഷാൽ ദേവി അവിടെ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. പക്ഷേ യഥാർത്ഥ സ്ഥാനത്തല്ലെന്ന് മാത്രം. അതിന് ചില കാരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നിഗമനം. അതെന്താ തിരുമേനി അങ്ങനെ? മാധവൻകുട്ടി മേനോൻ ചോദിച്ചു. ഇന്നത്തേക്ക് ഇതിൽ കൂടുതൽ വയ്യ. എല്ലാവരും പിരിഞ്ഞു. തിരുമേനിക്ക് ഭക്ഷണം ഗുരുക്ഷേത്രത്തു മനയിൽ നിന്നാവട്ടെ അല്ലേ? മാധവൻകുട്ടി മേനോൻ ചോദിച്ചു. അതിനെന്താ, അങ്ങനെ തന്നെ ആവട്ടെ. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടും വിഷ്ണുദേവനും ഒരുമിച്ച് ഇല്ലത്തേക്ക് നടന്നു. പിന്നാലെ കാര്യസ്ഥൻ രാമൻ നായരും. വഴിക്ക് അവർ യാതൊന്നും സംസാരിച്ചതേയില്ല. വീട്ടിലെത്തിയപ്പോൾ ആഹാരത്തിന്റെ സമയമായിരുന്നു. വിഷ്ണുദേവനും കൂടെ അപരിചിതനായ ഒരാളും പടിയിറങ്ങി വരുന്നത് ദേവപ്രിയ ജനലിൽ കൂടി കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിന്റെ കഴിവ് മനസ്സിലായി. ഒരു നേരിയ പരിഭ്രമം അവളെ പിടികൂടുകയും ചെയ്തു. ആരൊക്കെയാ ഇവിടെയുള്ളത്? ചാവടിയിലിരുന്നപ്പോൾ സൂര്യമിത്രൻ ചോദിച്ചു. അമ്മയും വേളിയുമുണ്ട്. എവിടുന്നാ വിഷ്ണു വേളി കഴിച്ചത്? അങ്ങ് വടക്കൂന്നാ. അച്ഛന്റെ വീട്? അച്ഛനും വടക്കാ. അമ്മ എവിടെ ഇല്ലേ? ഉണ്ട്, വിളിക്കാമല്ലോ. അമ്മേ, വിഷ്ണുദേവൻ വിളിച്ചു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിനെ പരിചയപ്പെടണമെന്ന ഭാവത്തിലാണ് അമ്മ വന്നത്. അമ്മ വാതിൽക്കൽ വരികയും ചെയ്തു. ഏതാണാവോ ഇല്ലം? അമ്മ ചോദിച്ചു. സൂര്യമനയെന്നു പറയും, വടക്ക. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള മനയല്ലേ? സരസ്വതി അന്തർജനം ചോദിച്ചു. അതെ അതെ, അതുതന്നെ. അപ്പോ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തീർച്ചയാണല്ലോ. കുറെയൊക്കെ അറിഞ്ഞു, എന്നാലും കുറെയൊക്കെ അറിയാനുമുണ്ട്. ദേവി അവിടെ ഇല്ലാന്ന് കേട്ടല്ലോ. അങ്ങനെയല്ല, ദേവിയുണ്ട്. സ്ഥാനം മാറിയെന്നു മാത്രം. സ്ഥാനം മാറിയെന്നോ? അതെന്താ അങ്ങനെ? എന്തൊക്കെയോ ചില കാരണങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞു കേൾക്കുന്നത്. ഒക്കെ അറിയാൻ കഴിയുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്.
അറിയാൻ കഴിയുമെന്ന് തന്നെയാ ഞാനും കരുതുന്നത്. ഊണ് കഴിഞ്ഞ് തിരുമേനി വിശ്രമിച്ചു. അതിനുശേഷം ഉണർന്നപ്പോൾ വൈകുന്നേരമായി. നമുക്ക് ക്ഷേത്രം വരെയൊന്ന് പോയിട്ട് വരാം, തിരുമേനി പറഞ്ഞു. അങ്ങനെയാവട്ടെ. രണ്ടാളും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി. വഴിക്ക് കുളിക്കാനും തീരുമാനിച്ചു. കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി. ശ്രീകോവിലിന്റെ വാതിലിന് ഇരുവശത്തുമുള്ള പ്രതിമകൾ കൗതുകത്തോടെ തിരുമേനി നോക്കി. വളരെ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലെ ഇങ്ങനെയുള്ള പ്രതിമകൾ കാണാനാവൂ. ചിലതൊക്കെ സ്വയംഭൂവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതും ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടുന്നില്ല. അതിനിടയിൽ യാദൃച്ഛികമായി വലതുവശത്തുള്ള പ്രതിമയുടെ കാലിൽ തിരുമേനി നോക്കി. അവിടെ കാൽത്തല നഷ്ടപ്പെട്ടതായി കണ്ടു. ഇതെന്ത് അതിശയായിരിക്കണല്ലോ. അപ്പോ ഞാൻ കേട്ടത് ശരിയാണല്ലോ, തിരുമേനി പറഞ്ഞു. വിഷ്ണുദേവൻ അതിന് മറുപടി പറഞ്ഞില്ല. നമുക്ക് പോകാം. തിരുമേനി ക്ഷേത്രത്തിലേക്കു തിരിഞ്ഞു നിന്ന് തൊഴുതു കഴിഞ്ഞപ്പോൾ വലതുവശത്തുള്ള പ്രതിമയ്ക്കു നേരെയാണ് താൻ നിൽക്കുന്നതെന്ന് തോന്നി. ദേവി, തിരുമേനി അറിയാതെ പറഞ്ഞുപോയി. പരമഭക്തനും ബ്രഹ്മചാരിയുമായിരുന്ന സൂര്യമിത്രൻ നമ്പൂതിരിയുടെ മുന്നിൽ ദേവിക്ക് ദ്വാരപാലികയുടെ വേഷത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. താൻ എന്താണ് ഒരു നിമിഷം കണ്ടത്? സൂര്യമിത്രൻ നമ്പൂതിരി അത്ഭുതപ്പെട്ടു. അത് സ്വപ്നമായിരുന്നുവോ അതോ സത്യമായിരുന്നോ? തനിക്കൊരിക്കലും മിഥ്യ സംഭവിക്കുകയില്ല, അദ്ദേഹം ചിന്തിച്ചു. ഇന്നുവരെ ഹിതമില്ലാത്തതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അധർമ്മത്തെ അധർമ്മം കൊണ്ടു നേരിട്ടിട്ടുണ്ട്. അത് ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള തന്റെ മുന്നിൽ മായാജാലം നടന്നതല്ല, അതു ദേവി തന്നെയായിരുന്നു തീർച്ച. അപ്പോൾ മറ്റൊരു ബലമായ സംശയം ഉള്ളിൽ കടന്നുകൂടി. എങ്കിലും അത് തൽക്കാലം ഒതുക്കിക്കൊണ്ട് തിരുമേനി കുരുക്ഷേത്രത്തുമനയിലേക്ക് നടന്നു. തിരുമേനി മൗനമായി ഇരിക്കുന്നത് കണ്ടിട്ട് വിഷ്ണുദേവൻ ചോദിച്ചു, എന്താണാവോ ഒരു വല്ലായ്മ? അതുതന്നെയാണ് ഞാനും നിരീക്ക. തിരുമേനി മറുപടി കൊടുത്തു, എങ്ങും തൊടാതെ. എന്തേ? വിഷ്ണു ചോദിച്ചു. അല്പം മുമ്പ് ഒരു തോന്നലുണ്ടായി. എന്നുവെച്ചാൽ തോന്നലല്ല താനും. തിരുമേനി ശൂന്യതയിലേക്ക് കണ്ണും നട്ടു പറഞ്ഞപ്പോൾ വിഷ്ണുദേവൻ നോക്കിയിരുന്നു. അദ്ദേഹം തന്നെ മുഴുമിപ്പിക്കട്ടെ എന്നു കരുതി. ക്ഷേത്രത്തിലെ ദ്വാരപാലികയുണ്ടല്ലോ, അതിലൊന്ന് ദേവിയാണോ എന്ന് ഒരു സംശയം. അല്ല, ദേവി തന്നെ. എനിക്ക് തെറ്റാൻ വഴിയില്ല, അദ്ദേഹം പറഞ്ഞു. എന്താ അതിനുശേഷം പറയുകയെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് വിഷ്ണു മൗനം പൂണ്ടു. ശ്രീകോവിലിൽ ദേവിയില്ല, അതും നിശ്ചയം. പക്ഷേങ്കില് ദേവി എന്തേ അങ്ങനെ പുറത്ത് എഴുന്നള്ളി ഇരിക്കണത്? ലേശം തമാശയായിരിക്കുന്നു അല്ലേ? അദ്ദേഹം വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി. അതിന് വിഷ്ണു മറുപടി കൊടുത്തില്ല. അവരുടെ സംസാരം അകത്ത് ജനലിന്റെ അരികിൽ നിന്ന് ദേവപ്രിയ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പിന് വേഗത കൂടിയിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നായിരുന്നു. വളരെ പണ്ട് ഒരു നാട്ടിൽ നടന്ന സംഭവമാണ് അതിന് കാരണം. വടക്കൻ മലബാറിലെ ഒരു കുഗ്രാമം. അവിടെ ഒരു ദേവീക്ഷേത്രം. ശക്തി കത്തി പടർന്നു നിന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്. ദേവിക്ക് കാവൽ 2 യക്ഷിമാരും 2 സിംഹങ്ങളും. ക്ഷേത്രത്തിന് മുന്നിൽ നാഗത്താന്മാർ ചുറ്റിക്കിടക്കുന്ന കൂറ്റൻ ആൽവൃക്ഷം. കാട്ടാനകൾ പോലും പൗർണമി രാത്രികളിൽ അവിടെ എത്തി ദേവിയെ നമസ്കരിക്കാറുണ്ടത്രേ. ഒരു നാൾ ദേവി നീരാട്ടിനു പോയപ്പോൾ കൂട്ടിന് ഒരു യക്ഷിയും പോയി. മറ്റവൾ ക്ഷേത്രത്തിന് കാവൽ നിന്നു. അതുവഴി വന്ന ഒരു യുവാവിനെ അയാൾ ആരെന്നറിയാതെ യക്ഷി വശീകരിക്കാൻ നോക്കി. അവൾ അതിസുന്ദരിയായ ഒരു യുവതിയായി അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രേമാഭ്യർത്ഥന നടത്തി. പക്ഷേ വന്നയാൾ ഒരു മഹാമാന്ത്രികനായിരുന്നു. അദ്ദേഹത്തിന് തന്റെ മുന്നിൽ വേഷം മാറി നിൽക്കുന്ന യക്ഷിയെ ഒറ്റ നോട്ടത്തിന് മനസ്സിലായി. തന്നെ വശീകരിച്ച് ശുരതക്രിയ നടത്തി കൊല്ലാനാണ് അവൾ നിൽക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം അവളെ ഒരു ചെപ്പിനുള്ളിൽ ആവാഹിച്ചൊതുക്കി ക്ഷേത്രക്കുളത്തിൽ എറിഞ്ഞു കളഞ്ഞു. കുളി കഴിഞ്ഞ് തിരികെ വന്ന ദേവി കാവൽക്കാരിയെ കാണാഞ്ഞ് മനസ്സിൽ തെരഞ്ഞു കാര്യം മനസ്സിലാക്കി. തന്നിഷ്ടം പ്രവർത്തിച്ച അവൾക്ക് ഒരിക്കലും മോചനം നൽകിയില്ല. ഇന്നും അവൾ ഇടിഞ്ഞുപോയ ക്ഷേത്രക്കുളത്തിനടിയിൽ എവിടെയോ കിടപ്പുണ്ട്. ഈ സംഭവം ദേവപ്രിയയും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രതന്ത്രങ്ങളിൽ പ്രവീണനായ സൂര്യമിത്രൻ നമ്പൂതിരി തന്നെ തിരിച്ചറിഞ്ഞാൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അവൾക്ക് ആകെ വിഷമമായി. വിശ്വമംഗലത്തെ ജയന്തൻ നമ്പൂതിരി ദുർമന്ത്രവാദി ആയതുകൊണ്ട്
ദേവപ്രിയയ്ക്ക് അയാളോട് എതിർക്കാൻ കഴിഞ്ഞു. അയാളുടെ പ്രശ്നപ്പലക എടുത്തെറിയാൻ അവൾക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. ജയന്തന്റെ പ്രശ്നത്തിൽ അകപ്പെടാതെ നിൽക്കാനും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാൽ സൂര്യമിത്രൻ നമ്പൂതിരിയുടെ മാന്ത്രിക വിദ്യയിൽ നിന്ന് ഒഴിവാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവൾ കണക്കുകൂട്ടി. ഇക്കാര്യത്തിൽ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടു ഫലമില്ല. കാരണം ദേവി സൂര്യമിത്രനെ എതിർക്കില്ല. അദ്ദേഹം ഭക്തനാണ്. മാത്രമല്ല സൂര്യാംശത്തിൽ പിറന്നവനുമാണ്. തന്നേക്കാൾ ഉയർന്നവനാണ് അദ്ദേഹം. ദേവാംശത്തിൽ പിറന്ന ആളാണ്. അതുകൊണ്ട് ദേവിക്ക് എതിർക്കാനും വയ്യ. താൻ കാണിച്ചത് സ്വാർത്ഥതയാണ്. അതിന്റെ പേരിൽ ക്ഷേത്ര ചടങ്ങുകൾ ആകെ കുഴഞ്ഞുകിടക്കുകയാണ്. ഉടമയായ ദാനവേദൻ നമ്പൂതിരിപ്പാട് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഇത്രയിടമൊന്ന് വരാമോ? ദേവപ്രിയ വിഷ്ണുവിനെ വിളിച്ചു. അയാൾ അത് കേട്ടു. ദാ ഞാൻ വന്നു കഴിഞ്ഞു. വിഷ്ണുദേവൻ വെറ്റിലച്ചെല്ലം തിരുമേനിയുടെ അടുത്തേക്ക് നീക്കിവെച്ച ശേഷം അകത്തേക്ക് പോയി. സൂര്യമിത്രൻ വിസ്തരിച്ചൊന്ന് മുറുക്കാൻ വേണ്ടി ചെല്ലം തുറന്നു. മുരിങ്ങമരത്തിൽ വളർത്തിയ തുളസി വെറ്റിലയുടെ ഞരമ്പുകൾ കിള്ളി വലിക്കാൻ തുടങ്ങി. തിരുമേനി മുറുക്കാനിൽ ശ്രദ്ധിച്ചുവെന്ന് മനസ്സിലാക്കിയ ദേവപ്രിയ വിഷ്ണുവിനെ കിടക്കമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തിരുമേനി പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചോ? അവൾ ചോദിച്ചു. ഉവ്, ഞാൻ മനസ്സിലാക്കി, വിഷ്ണു പറഞ്ഞു. അതിനെന്താ ചെയ്യാൻ പോണത്? ഇതുവരെ ഒന്നും മനസ്സിലായില്ല. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അവൾ വിഷ്ണുവിന്റെ കൈത്തലം തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം എല്ലാം കൊണ്ടും വിദ്വാനാണ്. നടന്നതൊക്കെ കണ്ടുപിടിക്കാൻ വിദഗ്ധനുമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഉവ്, അത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എന്നോട് പറയൂ, അവൾ ആവശ്യപ്പെട്ടു. അതിന് തിരുമേനി എന്താണ് ചെയ്യാൻ പോണതെന്ന് ഒരു രൂപവും തന്നില്ലല്ലോ. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ. ദേവപ്രിയ വിഷ്ണുദേവന് അഭിമുഖമായി ഇരുന്നു. തിരുമേനി ഇരുന്നു മുഷിയില്ലേ? നമുക്ക് രാത്രി പറഞ്ഞാൽ പോരെ? പറ്റില്ല. അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് പറയണം. ശരി, പറഞ്ഞോളൂ. വിഷ്ണു കേൾക്കാൻ തയ്യാറായിരുന്നു. ഈ സമയം സരസ്വതി അന്തർജനം തനിച്ചിരിക്കുന്ന സൂര്യമിത്രൻ നമ്പൂതിരിയെ കണ്ടു. അദ്ദേഹവും കണ്ടു. എന്തേ, മുഷിഞ്ഞോ? അവർ ചോദിച്ചു. ഏയ്, ഒന്ന് അസലായി മുറുക്കാൻ തുടങ്ങുകയാ. വെറ്റില നന്നാണോ അതോ കിളുന്തു വേണോ? ഇത് ധാരാളമായി. ഇവിടെ തന്നെ ഉള്ളതാണോ? ഉവ്, അതാ നിൽക്കുന്നു. അവർ മുരിങ്ങ ചൂണ്ടിക്കാണിച്ചു. തിരുമേനി വെറ്റിലപ്പാക്ക് ചവച്ചു. ശർക്കരയിൽ വിളയിച്ച പുകയില നുറുക്ക് വിരലുകൾ കൂട്ടി തിരുമി ഗുളികയാക്കി അണ്ണാക്കിൽ തിരുകി വെച്ചു. 4 കൂട്ടി 4 ചവച്ചപ്പോൾ പദം വന്നു. പിന്നെ മറ്റൊന്നും തോന്നരുത്. എന്തേ ഈയിടെയായി ഇവിടെ ഇടങ്ങേറ്? അവർ ചോദിച്ചു. അതുതന്നെയാ ഞാനും നിരീക്കണത്. ഈ ജന്മത്തിൽ നാടാടെയാണ് ഇത്തരമൊരു സംഭവം. സത്യം പറഞ്ഞാൽ ഞാനും ആകെ കുഴഞ്ഞിരിക്കുകയാ, തിരുമേനി പറഞ്ഞു. എന്താ കാര്യം? ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. ഇവിടൊട്ടു പറയുകയുമില്ല. തിരുമേനി തനിക്കറിയാവുന്നത് ധരിപ്പിച്ചു. എന്റെ കാവിലമ്മേ, ഇതൊക്കെ ഉള്ളതാണോ? ചിന്തിച്ചിട്ട് ഒരു പദവും കിട്ടണില്ല. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴുമുണ്ട്. നാം ആരും അറിയണില്ലെന്നേ ഉള്ളൂ. അതെ, അങ്ങനെയും ആവാം. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലിക എവിടെ പോയി? സരസ്വതി അന്തർജനം ആരാഞ്ഞു. അതാണിവിടെ മൂടിക്കിടക്കുന്ന രഹസ്യം. ദേവി എങ്ങനെ ദ്വാരപാലികയായി? അതെ അതെ, അതാണ് വസ്തുത. ഒരു മാറ്റം അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ കണക്കുകൂട്ടി കണ്ടുപിടിച്ചു. അതെന്തോന്നാ? ദേവിയുടെ അറിവോടെയാണ് നടന്നിട്ടുള്ളത്, തിരുമേനി പറഞ്ഞു. ദേവി അങ്ങനെ സമ്മതിക്കേ? അതിശയായിരിക്കണല്ലോ. അതുതന്നെയാ ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ ആച്ചാൽ ആ ദ്വാരപാലിക എവിടെ പോയി? അതു പ്രശ്നത്തിൽ കണ്ടെത്താൻ കഴിയും, തീർച്ച. തിരുമേനിയുടെയും സരസ്വതി അന്തർജനത്തിന്റെയും സംസാരം ഇടതു ചെവിയിൽ കൂടി ദേവപ്രിയ ശ്രവിക്കുന്നുണ്ടായിരുന്നു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിന്റെ അവസാന വാചകം അവളെ പരിഭ്രാന്തയാക്കി. ഒക്കെ തകരാറിലാകുമെന്നാ തോന്നണേ. അദ്ദേഹം എന്റെ സ്ഥാനം പ്രശ്നത്തിൽ കൂടി അറിയാൻ നോക്കുകയാണ് പോലും, അവൾ പറഞ്ഞു. അയ്യോ, അത് തടയാൻ എന്താ വഴി? ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കൂ. എന്താ, പറഞ്ഞോളൂ. ഞാൻ അത് നിറവേറ്റും. എങ്കിൽ കേട്ടോളൂ. തിരുമേനി ഇപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞാലും കേൾക്കും. അതുകൊണ്ട് വിശ്വമംഗലത്ത് പോയിരിക്കുന്ന ദാനവേദനെക്കുറിച്ചും വാസു നമ്പൂതിരിയെക്കുറിച്ചും ആരായണം. എന്റെ തോന്നലിൽ 2 ആൾക്കും എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ്.
എന്തു പറ്റിയെന്നാണ്? വാസു നമ്പൂതിരിക്ക് ഹത്യ സംഭവിച്ചിട്ടുണ്ട്. നേരോ? അതെങ്ങനെ? മുള്ളുമുരിക്കിന്റെ മുകളിൽ കൂടിയിരിക്കുന്ന നങ്ങേമ എന്ന ബ്രഹ്മരക്ഷസ് വാസു നമ്പൂതിരിയെ വകവരുത്തിയിട്ടുണ്ട്. എന്താണീ പറയുന്നത്? സത്യമാണോ? അതെ, ഇതിനെക്കുറിച്ച് തിരുമേനിയുമായി സംസാരിക്കണം. ശ്രദ്ധ തിരിച്ചുവിടണം. അത് ഇപ്പോൾ തന്നെ വേണം താനും. അതു കേട്ട വിഷ്ണുദേവൻ കോലായിലേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മാവൻ ഗോപാലൻ നമ്പൂതിരി പടി കടന്നു വരുന്നത് കണ്ടു. അമ്മാവൻ വരുന്നുണ്ട്, സൂര്യമിത്രനോടായി അയാൾ പറഞ്ഞു. അപ്പോൾ അമ്മാവൻ ഇവിടെയല്ലേ താമസം? അല്ല, അമ്മാവൻ മറ്റൊരിടത്താ. അവിടെ അമ്മായിയും കുട്ടികളുമുണ്ട്. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിനെ കണ്ടപ്പോൾ തന്നെ ആൾ ഒരു കേമനാണെന്ന് ഗോപാലൻ നമ്പൂതിരിക്ക് തോന്നിക്കഴിഞ്ഞു. വന്ന പാടെ അയാൾ വരാന്തയിൽ ചുവരോട് ചേർന്നിട്ടിരിക്കുന്ന തടുക്കുപായ വലിച്ച് അതിന്മേലിരുന്നു. അതിനുശേഷം സരസ്വതി അന്തർജനത്തെ വിളിച്ചു. ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ പുറത്തേക്ക് ഓടി വന്നു. വളരെ കാലം കൂടി കാണുകയാണ്. ഏട്ടനെ ഇങ്ങോട്ടൊന്നും കാണാറേയില്ലല്ലോ. ഞങ്ങളെയൊക്കെ മറന്നോ? മറന്നിട്ടൊന്നുമല്ല, സമയം കിട്ടാഞ്ഞിട്ടാ. കുടിക്കാൻ എന്തെങ്കിലും ഇങ്ങെടുത്തേ. അവർ അകത്തേക്ക് പോയി. ഒരു ഓട്ടുമൊന്തയിൽ സംഭാരവുമായി മടങ്ങി വന്നു. ഗോപാലൻ നമ്പൂതിരി അതു വാങ്ങി മൊന്ത മുകളിലേക്കുയർത്തി താഴേക്ക് ചരിച്ചു. സംഭാരം തീരുന്നതുവരെ വായ് പൊളിഞ്ഞു തന്നെയിരുന്നു. കഴുത്തിൽ മാത്രം ചില ചലനങ്ങളും ശബ്ദങ്ങളും ഉണ്ടായി. മൊന്ത തിരികെ കൊടുത്ത ശേഷം വെറ്റിലച്ചെല്ലം നീക്കിവെച്ചു. വിഷ്ണുദേവൻ സൂര്യമിത്രനെ അമ്മാവന് പരിചയപ്പെടുത്തി. എന്താ, ഇവിടെ കാര്യമായിട്ടെന്തെങ്കിലും ഉണ്ടോ? ഗോപാലൻ നമ്പൂതിരി ചോദിച്ചു. ഇവിടുത്തെ കാവിൽ ഒരു ദേവപ്രശ്നത്തിന് വന്നതാ. കുറെ സമയം അവർ പല കാര്യങ്ങൾ സംസാരിച്ച ശേഷം വിഷ്ണുദേവനും സൂര്യമിത്രനും ഓമല്ലൂർ കാവിലേക്ക് പോയി. സരസ്വതി അന്തർജനം കോലായിലേക്ക് വന്ന് സഹോദരന്റെ അടുത്തിരുന്നു. കുടുംബകാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ച ശേഷം ഗോപാലൻ നമ്പൂതിരി താൻ വന്ന ലക്ഷ്യത്തെക്കുറിച്ച് തുടക്കമിട്ടു. ഏതായാലും സരസ്വതിക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അവള് വന്നു പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. അതെ അതെ, ആരും വിചാരിക്കാതെ ഉണ്ടായ ഭാഗ്യങ്ങളാ. കൈവിട്ടുപോയ പല വസ്തുക്കളും തിരിച്ചു വന്നെന്ന് കേട്ടല്ലോ. ഉവ്, എനിക്ക് അറിവില്ലാത്തവർ പോലും കൈവശം വച്ചിരിക്കുന്നത് തിരികെ ഏൽപ്പിക്കുകയാ. ചിലതൊക്കെ നിസാര തുകയ്ക്ക് പണ്ടുള്ളവർ കൊടുത്തതല്ലേ. എന്താ ഇങ്ങനെ സംഭവിക്കാൻ? അതിനു കാരണമെന്താ? എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പഴയ പ്രതാപമൊക്കെ വീണ്ടെടുത്തിരിക്കുകയാ. നാട്ടിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ വിഷ്ണു വേണം. അങ്ങനെ ഇരിക്കവെയാണ് ഒരു വലിയ പ്രശ്നമുണ്ടായത്. അതെന്താണ്? കാവിലെ ഭഗവതി അവിടെ ഇല്ലാന്ന്. എന്താ ഈ കേൾക്കണത്? അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അതുമാത്രമല്ല, വലിയ വലിയ അത്ഭുതം നടന്നിരിക്കണു. അതെന്താ? ദേവിയുടെ കാവൽക്കാരായി നിൽക്കുന്ന ഒരു യക്ഷി പ്രതിമയിൽ നിന്നും കാൽത്തല കാണാതായെന്ന് ഇവിടെ കാര്യസ്ഥന്റെ ഭാര്യ പറഞ്ഞതാ. യക്ഷി പ്രതിമയുടെ കാൽത്തള പോവുകയോ? അത് അതിശയോക്തി പറഞ്ഞതായിരിക്കും. ഹേയ്, അങ്ങനല്ല. സംഭവം ശരിയാ. അതിന്റെ പിന്നിലെ കാര്യമറിയാൻ ക്ഷേത്രത്തിലെ ഊരായ്മ ദാനവേദൻ അമ്മാവൻ വിശ്വമംഗലത്ത് പോയിരിക്കുകയാ. വിശ്വമംഗലമെന്ന് കേട്ടപ്പോൾ ഗോപാലൻ തിരുമേനിയുടെ മുഖത്ത് ഭാവവ്യത്യാസമുണ്ടായി. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ജയന്തന്റെ സഹോദരിയുടെ മാംസളമായ ശരീരവും അതോടൊപ്പം അവിടെ കണ്ട ദാനവേദന്റെ മുഖവും തെളിഞ്ഞു വന്നു. പക്ഷേ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ആ മുഖത്തിന് മാറ്റം വന്നിരിക്കുന്നു. തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാവും. എന്നിട്ട് എന്തെങ്കിലും വിവരം അറിഞ്ഞോ? അയാൾ ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇവിടെ വന്നത്. അതൊക്കെ പോട്ടെ, ഇവിടെ ഒരു പെണ്ണുണ്ടെന്ന് കേട്ടല്ലോ. അവളേതാ? അദ്ദേഹം ചോദിച്ചു. പതുക്കെ പറ, അവളെങ്ങാനും കേൾക്കും. കാതിന് നല്ല മൂർച്ചയുള്ള പെണ്ണാ. അതിനെന്താ? പെണ്ണുങ്ങളെ പേടിച്ച് തറവാടല്ലല്ലോ ഇത്. ഇവിടെ കാരണവന്മാരുണ്ടായിരുന്ന കാലത്ത് ഏതെങ്കിലും പെണ്ണ് ഉരപ്പുര വിട്ട് മറ്റു മുറികളിൽ കയറിയിട്ടുണ്ടോ? ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. സരസ്വതി അന്തർജനം അയാളോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ച ശേഷം അകത്തേക്ക് കയറി. അവിടെയെങ്ങാനും ദേവപ്രിയ മറഞ്ഞിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കിയത്. എന്നാൽ അവൾ അവിടെ എങ്ങും ഇല്ലായിരുന്നു. അവൾ ഉരപ്പുരയിൽ പച്ചനെല്ല് കുത്തിക്കൊണ്ടിരുന്ന പാറുക്കുട്ടിയുടെ അടുത്തായിരുന്നു. കാര്യസ്ഥന്റെ ഭാര്യയായ പാറുക്കുട്ടി അമ്മയ്ക്ക് ദേവപ്രിയയെ വലിയ ഇഷ്ടമായിരുന്നു.
അവൾ വന്നതിനു ശേഷമാണ് ഈ ഐശ്വര്യമൊക്കെ തറവാടിനുണ്ടായതെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, ദേവപ്രിയ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും തമ്പുരാട്ടി ഇവിടെ വന്നതിനു ശേഷം ഒരു മാറ്റവുമില്ലല്ലോ? പാറുക്കുട്ടിയമ്മ ദേവപ്രിയയോട് ചോദിച്ചു. എന്തേ അങ്ങനെ തോന്നാൻ? ദേവപ്രിയ തിരിച്ചു ചോദിച്ചു. അല്ല, ഒന്നുമില്ല. വന്നിട്ട് 2-3 മാസമായില്ലേ? തമ്പുരാട്ടിയുടെ വയറ് കണ്ടാൽ ഒന്നും കഴിയാത്ത പോലാ. ഓ, ഇപ്പോൾ മനസ്സിലായി. ദേവപ്രിയ ചിരിച്ചു. അങ്ങനെ മനസ്സിലാക്കിയാൽ പോരല്ലോ. ഇക്കാണുന്ന സ്വത്തുക്കൾക്കൊക്കെ അവകാശികൾ വേണ്ടേ? എനിക്ക് തോന്നുന്നത് 1-2 പോരെന്നാ. ഇപ്പോഴത്തെ ചുറ്റുപാട് വെച്ച് നോക്കിയാൽ 6 കുട്ടികളായാലും പോരെന്നാ. എല്ലാം ആണാണേൽ വളരെ നല്ലത്. പാറുക്കുട്ടിയുടെ വർത്തമാനം കേട്ടാൽ എനിക്കിനി അതാണ് തൊഴിലെന്ന് തോന്നുമല്ലോ. അങ്ങനെ പെറാനൊന്നും എന്നെക്കൊണ്ടാവില്ല. തമ്പുരാട്ടി പെറുന്ന കാര്യമോർത്തു വിഷമിക്കണ്ട. ഞാൻ നല്ലൊരു വയറ്റാട്ടിയാ. 10-40 കുഞ്ഞുങ്ങളെങ്കിലും എന്റെ കയ്യിൽ വീണ് ആദ്യത്തെ കരച്ചിൽ കരഞ്ഞിട്ടുള്ളതാ. എനിക്ക് കുരുക്ഷേത്രത്തുമനയിലെ പേരെടുക്കണമെന്ന് എന്ത് കൊതിയാണെന്നറിയാമോ? അതു കേട്ടപ്പോൾ ദേവപ്രിയയ്ക്ക് നേരിയ ദുഃഖം തോന്നാതിരുന്നില്ല. തനിക്ക് ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള അനുവാദം ദേവി തന്നിട്ടില്ല. അപ്സരസുകൾ പ്രസവിച്ചിട്ടുണ്ട്, പക്ഷേ യക്ഷികൾ ആരും പ്രസവിച്ചിട്ടില്ല. ദേവനർത്തകിയായ മേനക 1-ലധികം തവണ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ കന്യകാത്വത്തിന് ഉടവു തട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ ലക്ഷ്യങ്ങൾക്കു വേണ്ടി അവളെ ദേവന്മാരാണ് അയച്ചത്. അതുകൊണ്ട് ദേവന്മാർ തന്നെ അവൾക്ക് കന്യകാത്വം വീണ്ടും വീണ്ടും ദാനം ചെയ്തു. വിഷ്ണുദേവനുമായി രമിച്ചു കഴിയാനാണ് ദേവി അനുവാദം കൊടുത്തത്. കുട്ടി പിറന്നാൽ തിരികെ ദേവി പ്രവേശിപ്പിക്കില്ല. കാരണം തനിക്ക് കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ ദേവിയെ എങ്ങനെ സേവിക്കാനാകും? ഇനി ഞാനൊന്നു പറഞ്ഞേക്കാം, സ്നേഹം കൊണ്ടാ പറയുന്നത്. എന്താ പാറുക്കുട്ടിയെ? തമ്പ്രാട്ടിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ വല്യമ്പ്രാട്ടി കൊച്ചുമ്പ്രാനെ കൊണ്ട് മറ്റൊരു വേളി കഴിപ്പിച്ചെന്നു വരാം. അത് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും ചെയ്യില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ തോന്നുകയാ. വല്യമ്പ്രാട്ടി അത്ര മോശമൊന്നുമല്ല. എനിക്കറിയാം കൊച്ചമ്പ്രാട്ടി വന്നതിന് ശേഷമാണ് ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായതെന്ന്. പക്ഷെ അവർക്ക് ആ വിചാരമൊന്നുമില്ല. അതിനിപ്പോ ഞാൻ എന്തു ചെയ്യണമെന്നാ പാറുക്കുട്ടി പറയുന്നത്? തമ്പുരാട്ടി പ്രസവിക്കണം. അത് എന്നെക്കൊണ്ട് ആവുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഞാൻ നിരൂപിച്ചത് ശരിയാണെന്നാ തോന്നുന്നത്. അതു കേട്ടപ്പോൾ ദേവപ്രിയയ്ക്ക് മനസ്സിലൊരു ശങ്ക തോന്നി. പാറുക്കുട്ടി തന്നെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിരിക്കുമോ? ഹേയ്, അങ്ങനെ ആവാൻ വഴിയില്ല. എങ്കിലും എന്താണെന്ന് അറിയണമല്ലോ, അവൾ ചിന്തിച്ചു. പാറുക്കുട്ടി എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. പറഞ്ഞോളൂ. പാറുക്കുട്ടി അങ്ങനെ തെറ്റായിട്ടൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. അതു കേട്ട് പാറുക്കുട്ടി അല്പം ലജ്ജയോടെ പറഞ്ഞു. കൊച്ചമ്പ്രാൻ പണ്ടേ അങ്ങനെയാ. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത സ്വഭാവമാ. വല്യമ്പ്രാട്ടിയുടെ ആങ്ങളുടെ മോള് വന്നാ പോലും അതിനെ കണ്ടതായി നടിക്കില്ല. ഇനി അതു വേണ്ട. നാട്ടിൽ എത്രയോ പെൺകുട്ടികളുണ്ട്, അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഒരു നാണം കുണുങ്ങിയ. തമ്പുരാട്ടിയോടും അങ്ങനെയൊക്കെ തന്നെയാണോ? അതു കേട്ട ദേവപ്രിയ ഊറിച്ചിരിച്ചു. പാറക്കുട്ടി പറഞ്ഞത് വളരെ ശരിയാ. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ മാറ്റിയെടുത്തു. ഇപ്പോ ആള് മോശക്കാരനൊന്നുമല്ല. എന്നിട്ടുമെന്താ ഇങ്ങനെ ഇരിക്കണത്? പാറക്കുട്ടി ദേവപ്രിയയുടെ വയറ്റിലേക്ക് നോക്കി. കുട്ടികൾ ഉണ്ടാകേണ്ട പ്രായം ഓരോരുത്തരുടെ ജാതകത്തിൽ ഉണ്ടാവില്ലേ? അതനുസരിച്ചാവും ഉണ്ടാവുക. ചിലപ്പോൾ അങ്ങനെയുമാവാം. എന്നാൽ വല്യമ്പ്രാട്ടി അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ദേവപ്രിയയും പാറുക്കുട്ടിയും സംസാരിക്കുന്നത് കണ്ടപ്പോൾ സരസ്വതി അന്തർജനം വരാന്തയിലേക്ക് മടങ്ങിപ്പോയി. അവൾ അപ്പുറത്ത് വാലിക്കാരുമായി എന്തോ പറഞ്ഞോണ്ടിരിക്കുകയാ. ഏട്ടൻ പറഞ്ഞോളൂ. എന്തിനാ കൂടുതൽ വിവരിക്കുന്നത്? ഉള്ളത് ഞാനങ്ങ് പറയാം. ഇന്ദുവും അവളുടെ അമ്മയും ഇവിടുത്തെ പെണ്ണിനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല പറഞ്ഞത്. ഇനി തെളിച്ചങ്ങ് പറയാം. അവളുടെ കുലവും ഗോത്രവും ആർക്കെങ്കിലും അറിയുമോ? ഇനി അതും പോട്ടെ, ആ കുട്ടി നമ്മുടെ ജാതിയാന്ന് എന്താണ് ഉറപ്പ്? ഞാനൊന്നു പറയാം. സ്തോത്രങ്ങളും മറ്റും ആ കുട്ടിക്ക് മനപ്പാടമാ. മാത്രമോ, വേദങ്ങൾ വരെ അറിയാം. ചൊല്ലുന്നത് കേട്ടാൽ ആരും ശ്രദ്ധിച്ചിരുന്നു പോകും. അതു കേട്ട് ഗോപാലൻ നമ്പൂതിരി എന്തോ ചിന്തിച്ചിരുന്നു. കേട്ടോ സരസ്വതി, എന്റെ സംശയം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എല്ലാത്തിനും ഒരു പരിശോധന ആവശ്യമുണ്ടല്ലോ.
എന്നു പറഞ്ഞ ശേഷം അയാൾ തന്റെ കൈവശമുണ്ടായിരുന്ന ജയന്തൻ നമ്പൂതിരി നൽകിയ ഏലസ് എടുത്ത് സരസ്വതി അന്തർജനത്തിന്റെ കയ്യിൽ കൊടുത്തു. സരസ്വതി, ഈ ഏലസ് അവൾ കിടക്കുന്ന കട്ടിലിൽ തലയണയ്ക്കടിയിലായി വെക്കണം. മെത്തയ്ക്കടിയിൽ തന്നെ ആയിക്കോട്ടെ. ഇത് എന്തു വേല ചെയ്യുമെന്ന് അപ്പോൾ അറിയാമല്ലോ. സരസ്വതി അന്തർജനം അത് മടിത്തുമ്പിൽ തെറുത്ത് തിരികെ വെച്ചു. അന്നു രാത്രി വിഷ്ണുദേവൻ ഊണും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും കാണാതെ സരസ്വതി അന്തർജനം ആ ഏലസ് വിഷ്ണുദേവന്റെ കിടപ്പറയിൽ കിടക്കയുടെ അടിയിലായി വെച്ചു.